ഇരുപത്തൊന്നാമതുണ്ടല്ലോ വീഡിയോസ് ആവട്ടെ. വേഗം വേഗം ആൻസർ ചെയ്യണേ, ടൈം കളയില്ല കേട്ടോ, പെട്ടെന്ന് ആൻസർ ചെയ്യണേ. സുഹാന പറഞ്ഞു എന്തായിരുന്നു നമ്മളുടെ കോവാലന്റ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ? Chemical bond formed by the sharing of electron pair between the atoms. Bond formed by, once again? Chemical bond formed by the sharing of electrons. Sharing of electrons, okay. What's the peculiarity of carbon fires? Moment fires. Peculiarity of carbon when combined with the remaining elements. It becomes stable by noble elements. എങ്ങനെയാ ഒന്നുകൂടെ പറഞ്ഞേ? It only becomes stable compared to noble elements. അത് കൃത്യം നമ്മൾ രണ്ട് വേർഡ് പഠിച്ചിട്ടുണ്ടല്ലോ, അതല്ലല്ലോ, കൃത്യം രണ്ട് വേർഡ് ഉണ്ട്. ഫൈസേ Catenation. കാറ്റിനേഷനും Tetravalent. ഓക്കെ. എന്താ കാറ്റിനേഷൻ ഫൈസേ? അറിയില്ല. കാറ്റിനേഷൻ യാസീൻ? Sir, gain oxygen. ഏതാണ്? Gain oxygen. ക്ലിയർ ആയില്ല, once again. Sir, gain oxygen. കാറ്റിനേഷനോ? എന്താ നജാദ കാറ്റിനേഷൻ? അറിയില്ല. കാറ്റിനേഷൻ എന്ന് പറയാം അഭിനവ. കാറ്റിനേഷൻ Sir, gaining electrons. കാറ്റിനേഷൻ അതിനാൽ Carbon has the ability to form bond with the other atom of carbon. Other atom of carbon. In simple words, self-linking capacity. Simple words നമുക്ക് പറയാൻ പറ്റും സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി എന്നാണ് കാറ്റിനേഷൻ ഡെഫിനിഷൻ പറയാൻ പറ്റുക. ഓക്കെ, റൈറ്റ്. ഈ ഡബിൾ ബോണ്ട് എന്താണ് സംഭവം ഫാത്തിമ ഷാദ? ഡബിൾ ബോണ്ട് two pair of electrons ഷെയർ ചെയ്യണത്. ഓക്കെ. ട്രിപ്പിൾ ബോണ്ട് ഓഫ് അതെ Three pairs of electrons. ശരി. എന്താണ് ഈ ബെൻസീന്റെ ഫോർമുല സഫൽക്കർ? C6H6. ശരി. അപ്പൊ നമ്മൾ ഇന്നലെ അവസാനം കൊണ്ടുപോയി നിർത്തിയത് ബെൻസിന്റെ സ്ട്രക്ചർ. കൊടുത്ത് ടെക്സ്റ്റ് എടുത്ത എല്ലാവരും അതില് നമ്മൾ അതിന് താഴെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ പേജ് നമ്പർ 65 ബെൻസിന്റെ സ്ട്രക്ചർ ഐ തിങ്ക് നമ്മൾ നോട്ട്ബുക്കിൽ ഇന്നലെ വരച്ചിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ ഉണ്ടോ? സ്ട്രക്ചർ ഓഫ് ബെൻസീൻ നമ്മൾ നോട്ടിൽ വരച്ചിരുന്നോ? വരച്ചു. ഓക്കെ, റൈറ്റ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു നമുക്ക് രണ്ട് രീതിയിൽ ബെൻസീനെ വരയ്ക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമ്മൾ ചെയ്യേണ്ട പണി ഇത്രേ ഉള്ളൂ, ജസ്റ്റ് നിങ്ങൾ ഒരിത്തിരി വൃത്തിക്ക് മനക്കൊക്കെ വരയ്ക്കുക. 6 കാർബണിന് നമ്മൾ ഇതിങ്ങനെ കൊടുക്കുക. 1 2 3 4 5 6. ഓക്കെ, ഒരു ഹെക്സഗണിന്റെ കോർണർ പോലെ. എന്നിട്ട് ഈ 6 പേരെയും ഇങ്ങനെ കണക്ട് ചെയ്യുക. 6 പേരെ കണക്ട് ചെയ്യുക. എല്ലാവരുടെയും കൂടെ ഹൈഡ്രജനെ കൊടുക്കുക. ലൈക്ക് ദിസ്. എല്ലാവരും കൂടെ ഹൈഡ്രജൻ. എന്നിട്ട് ഏതെങ്കിലും ഒരു കാർബണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഡബിൾ ബോണ്ട് കൊടുക്കാൻ വേണ്ടി. അത് നിങ്ങളുടെ ചോയ്സ് ആട്ടോ. ഞാൻ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ കൊടുത്താൽ നെക്സ്റ്റ് പൊസിഷൻ സ്കിപ്പ് ചെയ്യുക, അടുത്തേക്ക് കൊടുക്കുക. നെക്സ്റ്റ് പൊസിഷൻ സ്കിപ്പ് ചെയ്യുക, അടുത്തേക്ക് കൊടുക്കുക. ഇത്രയുള്ളൂ വരയ്ക്കാനുള്ള പ്രോസസ്. ഇനി ഇത് തന്നെ നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ദ സെയിം തിങ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ് ഓൾസോ. നമ്മൾ ഈ 6 കാർബണിന് ഇങ്ങനെ കൊടുക്കുന്നു. 1 2 3 4 5 6. ഇങ്ങനെയും വരയ്ക്കാം. കണ്ടില്ലേ? എന്നിട്ട് ഇവിടെ എല്ലാം റെസ്പെക്റ്റീവ്ലി ഹൈഡ്രജൻ. ഈ പോർഷനിലൊക്കെ നമുക്ക് ഹൈഡ്രജനെ കൊടുക്കാം. ഇങ്ങനെ 6 പൊസിഷനിലും ഹൈഡ്രജൻ. ദെൻ ഓൾട്ടർനേറ്റീവ് തൊട്ട് മുമ്പ് കൊടുത്ത പോലെ തന്നെ എവിടെയെങ്കിലും ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുക, അടുത്ത സ്കിപ്പ് ചെയ്ത് അടുത്തേക്ക് കൊടുക്കുക. ഇങ്ങനെ. അതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ ഹെക്സഗൺ എന്ന് പറയുന്ന ഷേപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെക്സഗണിന് ഇത് ഇങ്ങനെ വരയ്ക്കാം. ഇത് ഹെക്സഗണിന്റെ ഒരു മോഡലാണ്. ഇതാണ് നമ്മൾ ഇത് വരച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, ഇതേ ഹെക്സഗൺ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വരയ്ക്കാം? ദ സെയിം തിങ് ക്യാൻ ബി ഡോൺ ലൈക്ക് ദിസ് ഓൾസോ.
നിങ്ങൾക്ക് ഇങ്ങനെ ഹെക്സഗൺ വരയ്ക്കാം. ഓക്കെ, ഈ ഹെക്സഗൺ നമ്മൾ ദേ കാണിച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പൊ രണ്ടും ഹെക്സഗൺ എന്നുള്ള ഷേപ്പാണ്. രണ്ട് ഇതിൽ വരച്ചാലും തെറ്റില്ല. പറഞ്ഞ വ്യക്തമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ, എന്തെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ച് ഫാസ്റ്റ് ആയിട്ട്. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഹെക്സഗൺ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വരുന്ന കേട്ടോ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഹെക്സഗൺ. വെൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിക്കും. മുഹമ്മദ് സലീമിന്റെ വീഡിയോ എവിടെയാ? സാമിയ വീഡിയോ എവിടെ? പെട്ടെന്ന് ഒരു ഹെക്സഗണൽ ഷേപ്പിൽ നമ്മൾ കാർബൺസിനെ കൊടുക്കുന്നു. എല്ലാ കാർബണിനും കൂടെ ഒരേ ഹൈഡ്രജനെ കൊടുക്കുന്നു. ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ടും കൊടുക്കുന്നു. ഓർഗാനിക് കെമിസ്ട്രിയിൽ കാർബൺ കോമ്പൗണ്ട് ഡിസ്കഷനിൽ വളരെയധികം റോളുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോമ്പൗണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ബെൻസീൻ എന്ന് പറഞ്ഞ ആളോ. പിന്നെ നമുക്ക് അത്രയും ഡെപ്തിലേക്കൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് അതിന്റെ സ്ട്രക്ചർ മാത്രമേ പഠിക്കാനുള്ളൂ. ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെയധികം റോളുള്ള ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ആണ്. നമുക്ക് ജസ്റ്റ് അവന്റെ പേര്, അവന്റെ ഫോർമുല, അവന്റെ സ്ട്രക്ചർ, ഇത്രയും കാര്യം പഠിച്ചാൽ മതി. ഓക്കെ, ബാക്കി അമ്മനോടെ ശാലായി എല്ലാവരും. മുഹമ്മദ് സലീം അവരുടെ മുഹമ്മദ് സലീം, എന്റെ റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. എന്റെ വീഡിയോ ഓഫ് ആണല്ലോ. എന്റെ വീഡിയോ എവിടെ? വീഡിയോ ഉണ്ട്. വീഡിയോ എവിടെ ഉണ്ട്? എനിക്കാണല്ലോ. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യട്ടോ. ഓഫീസിൽ ചെക്ക് ചെയ്തോളൂ. റൈറ്റ്, നിൽക്കട്ടെ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ കേട്ടോ. ഇപ്പൊ നമ്മള് ഇന്നലെയും ഇന്നുമായി ഒരുപാട് കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ വരച്ചു, ഫോർമുല എഴുതി, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? ഈ എല്ലാ കോമ്പൗണ്ടിലും, എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം, ഈ എല്ലാ കോമ്പൗണ്ടിലും ഏതൊക്കെ ആറ്റംസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്? എത്ര എണ്ണം എന്നല്ല കേട്ടോ, വിച്ച് ഓൾ ആറ്റംസ് ആർ യൂസ്ഡ് ഇൻ അവർ ഡിസ്കഷൻ സോ ഫാർ. നമ്മൾ കുറേ കോമ്പൗണ്ട്, അതിന്റെ ഫോർമുല, അതിന്റെ സ്ട്രക്ചർ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഒക്കെ വരച്ചിട്ടുണ്ട്. ഇതിലെല്ലാം നമ്മൾ ഉപയോഗിച്ചത് ഏതൊക്കെ ആറ്റംസിനെയാണ്? മുഹമ്മദ് അലി? കാർബണും ഹൈഡ്രജൻ. അബ്സല്യൂട്ട്ലി. ഈ രണ്ട് പേരല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ആറ്റം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തോ? ചുമ്മാ മറച്ചു നോക്കി, നമ്മൾ വരച്ചൊക്കെ ഒന്ന് മറച്ചു നോക്കി. ഹാഡ് വി യൂസ്ഡ് എനി അതർ ആറ്റം അതർ ദാൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ? ഏറ്റവും ആദ്യം കോവാലന്റ് ബോണ്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ HCl ഒക്കെ പഠിച്ചിട്ടുണ്ടോ? അതല്ല ഞാൻ ചോദിച്ചേ. നമ്മൾ ഈ ഡിസ്കഷൻ തുടങ്ങിയ പിന്നെ, കാർബൺ കോമ്പൗണ്ട് ഡിസ്കഷൻ തുടങ്ങിയ പിന്നെ നമ്മൾ വേറെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ആദ്യം നമ്മൾ വാട്ടറും അമോണിയും ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. അതല്ല ഈ ഡിസ്കഷനിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടോ മുർഷിദ? ഇനി അതർ കേസ്? ഇല്ല, നമ്മൾ ആകെ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത്തരം കോമ്പൗണ്ട്സിനെ ശ്രദ്ധിച്ച് കേൾക്കണം. ദ കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആർ കോൾഡ് ഹൈഡ്രോ കാർബൺ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. ഹൈഡ്രോ കാർബൺ. കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ, അവരുടെ പേരാണ് ഹൈഡ്രോ കാർബൺ. റെഡിയാ? ഞാൻ പറയാട്ടോ, പറഞ്ഞിട്ട് എഴുതാം. സമയമുണ്ട്, തിരക്ക് പിടിക്കില്ലേ. എന്ത് തിരക്കോ, അത്യാവശ്യമായിട്ട് ഹൈഡ്രോ കാർബൺ എഴുതിയെടുത്തിട്ടുണ്ട്. എപ്പോൾ തന്നെ കാണാം ബൈ ഹെഡ് ചെയ്യാൻ വേണ്ടി. ഹൈഡ്രോ കാർബൺ. ഇനി ഈ ഹൈഡ്രോ കാർബൺസിൽ നമ്മൾ ഇന്നലെ തുടങ്ങി ചെയ്ത എക്സാമ്പിൾ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഹൈഡ്രോ കാർബൺസിൽ ചില കോമ്പൗണ്ട്സിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, അല്ലേ? സിംഗിൾ ബോണ്ട് മാത്രമുള്ള കോമ്പൗണ്ട് ഉണ്ട്. ചില കോമ്പൗണ്ടിൽ സിംഗിൾ ബോണ്ടിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ചില കോമ്പൗണ്ട്സിൽ സിംഗിൾ ബോണ്ട്സിന്റെ കൂടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുണ്ട്. റൈറ്റ്? അപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ള മിക്സ്ഡ് വെറൈറ്റി കോമ്പൗണ്ട് നമ്മൾ കണ്ടതാണ്. സിംഗിൾ ബോണ്ട് മാത്രമുള്ള ആൾക്കാരുണ്ട്, സിംഗിൾ ബോണ്ടിന്റെ കൂടെ ഡബിൾ ബോണ്ട് വന്നവരുണ്ട്, സിംഗിളിന്റെ കൂടെ ട്രിപ്പിൾ വന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവരെല്ലാവരെയും നമ്മൾ കോമൺ ആയി വിളിക്കുന്ന പേരാണ് ഓൾ ഓഫ് ദം ആർ നോൺ ആസ് ഹൈഡ്രോ കാർബൺ. ഇവരെല്ലാവരെയും പേരാണ് ഹൈഡ്രോ കാർബൺ. കാരണം ഇവരിലെല്ലാം ഈവൻ ദോ സിംഗിൾ ഡബിൾ ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഉണ്ടെങ്കിലും
അൾട്ടിമേറ്റ്ലി കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ, പ്രധാനപ്പെട്ട 3 ഡെഫിനിഷൻസ് ആണ് അടുത്ത് പറയുന്നത്. ഇതില് ദ കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ ഓൺലി സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് മാത്രമുള്ള കോമ്പൗണ്ട്, അവരെ നമ്മൾ വിളിക്കുന്ന സ്പെഷ്യൽ നെയിമാണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്നാണ് നമ്മൾ പറയാം. സിംഗിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നല്ലാട്ടോ പറഞ്ഞേ, സിംഗിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നല്ല പറഞ്ഞേ, സിംഗിൾ ബോണ്ട് മാത്രമുള്ളത്, വാക്ക് ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓൺലി സിംഗിൾ ബോണ്ട്, കോമ്പൗണ്ട് കണ്ടെയ്നിങ് സിംഗിൾ ബോണ്ട് എന്നല്ല, കോമ്പൗണ്ട് കണ്ടെയ്നിങ് ഓൺലി സിംഗിൾ ബോണ്ട്. ആ 2 വാക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അവരെ നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് വിളിക്കുക കേട്ടോ. ഇനി if there is a double bond or a triple bond, ഒരു ഡബിൾ ബോണ്ടോ ഒരു ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ, അവിടെ സിംഗിൾ ഉണ്ടോ എന്നുള്ള പ്രശ്നമല്ല കേട്ടോ, മിനിമം ഒരു ഡബിൾ ബോണ്ടോ ഒരു ട്രിപ്പിൾ ബോണ്ടോ എങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ അത്തരം കോമ്പൗണ്ടിന്റെ പേരാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ ഫസ്റ്റ് വൺ. എന്തായിരിക്കും അപ്പൊ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഫാത്തിമ ഷദാ? അൺസാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡ്, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ഡബിളോ ട്രിപ്പിളോ ഉണ്ടെങ്കിൽ നമ്മളതിനെ അൺസാച്ചുറേറ്റഡ്. പിടിയോ? ഓക്കെ, ഇതൊന്നും ഇപ്പൊ എഴുതരുത്. ഇനി കേട്ടോ, ഇതിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഈ സിംഗിൾ ബോണ്ട് മാത്രമുള്ളതിന് വേറൊരു പേരോട് നമ്മൾ വിളിക്കാറുണ്ട്. ആ പേരാണ് ആൽക്കെയിൻ. ഓക്കെ, ഇനി അൺസാച്ചുറേറ്റഡിൽ ഏതൊക്കെ കാറ്റഗറി വരാന്ന് ആയിഷ നമ്മൾ പറഞ്ഞേ? ഡബിൾ ബോണ്ട് വരാം, ചിലപ്പോൾ ട്രിപ്പിൾ ബോണ്ടും വരാം. അതില് ഡബിൾ ബോണ്ട് വരുന്ന കാറ്റഗറി ആണെങ്കിൽ അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കീൻ. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൻ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. If the compound contain only single bond, they are called saturated hydrocarbon. They are also called alkane. If there is a double bond along with the single bonds, they are called alkene. If there is a double bond, they are called alkene. If there is a triple bond, they are called alkyne. ഇനി ചില കോമ്പൗണ്ട് എന്ത് പറ്റുന്ന അറിയോ? ഡബിളും ഉണ്ടാവും ട്രിപ്പിളും ഉണ്ടാവും ചില കോമ്പൗണ്ട്സിൽ. അത്തരക്കാരെ നമുക്ക് ആൽക്കീൻ എന്നോ ആൽക്കൈൻ എന്നോ ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. അൺസാച്ചുറേറ്റഡ് മാത്രം ബ്രാൻഡ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി ആർ ഡിസ്കസിങ് ഇൻ ദ ലാസ്റ്റ് പാരഗ്രാഫ്. ഒന്ന് നോക്കി, പേജ് നമ്പർ 85 വിൽ യു ബി മൈ ഫ്രണ്ട് എന്ന് തുടങ്ങുന്നതിന് തൊട്ട് മുകളിലെ പാരഗ്രാഫ് കംപ്ലീറ്റ് ആവശ്യമുള്ളതാണ് കേട്ടോ. വായിച്ച മുർഷിക. All these carbon compounds which contain only carbon and hydrogen are called hydrocarbons. Among these, the saturated hydrocarbon are called alkanes. Unsaturated hydrocarbons which contain one or more double bonds are called alkenes. Those containing one or more triple bonds are called alkynes. പാരഗ്രാഫ് കംപ്ലീറ്റ് പഠിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വേർഡ്സിൽ മലയാളത്തിൽ നോട്ട് ചെയ്ത് വെച്ചു. എന്തൊക്കെ വേണോ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് വേണം നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഡിസ്കഷനിലേക്ക് പോകാം. സാമിയ ക്ലാസ്സിലാണല്ലോ അല്ലെ? സാമിയ പേജ് മറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പേജ് കിട്ടിയിട്ടില്ലല്ലോ. എവിടെയാ പ്രശ്നം പറ. സാറ് ഞാൻ വീട്ടിലല്ല. വെരി ഗുഡ്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? മിന്റ് ബുക്ക് ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ പറഞ്ഞ എന്നാ പ്രശ്നം? പേജ് നമ്പർ 65 കിട്ടിയോ? പേജ് നമ്പർ 65. പേജ് നമ്പർ 65 വിൽ യു ബി മൈ ഫ്രണ്ട് എന്നുള്ള ഹെഡിങ്ങിനെ തൊട്ട് മുകളിലെ പാരഗ്രാഫാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ചുറ്റുംപുറം വർത്താനം പറഞ്ഞ ഒരു ഏരിയ ഒന്ന് മാറിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലിരിക്കുന്നതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്തായാലും ആ ഡിസ്കഷനിലേക്ക് നമ്മൾ അറിയാതെ പെട്ടുപോകും. അപ്പൊ ഞാനായാലും പെട്ടുപോകും, നിങ്ങളായാലും പെട്ടുപോകും. സ്വാഭാവികമാണ്. നമ്മുടെ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് എത്രത്തോളം ഉണ്ടോ നമ്മൾ അത്രത്തേക്ക് ഇൻവോൾവ് ആയി പോകും. നമ്മളെ അവരവിടെ വർത്താനം പോയിട്ട് ഞാൻ ക്ലാസ്സിലാന്ന് പള്ളിയിൽ പോയി പറഞ്ഞു നടപടി ആവില്ല, നമുക്ക് എന്തായാലും ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ കാരണം.
എത്ര നമ്മൾ ശ്രമിച്ചാലും നടക്കില്ല. കാരണം നമ്മള് പിന്നെ ഈ കെമിസ്ട്രി കൊണ്ടിരിക്കാൻ പോകില്ല, ഇവിടെ അത്രയും നല്ല വർത്താനം നടക്കുന്നു. അപ്പൊ എന്തായാലും നമ്മൾ അതിനകത്തേക്ക് ഇൻവോൾവ് ആയി പോകും. That's why we have to cut every disturbing ambiences. സാറിന് വീഡിയോ ഓഫ് ചെയ്തോട്ടെ, ഇവിടെ പിന്നെ കട്ട് ആവുന്നുണ്ട്. ഓഫീസിൽ കോൺടാക്ട് ചെയ്യാം. ഓഫീസിൽ ആ ഓക്കെ റൈറ്റ്. അപ്പോ പാരാഗ്രാഫ് വായിച്ചു, കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നു. റൈറ്റ് എവരിവൺ? ശരി. അപ്പൊ നമ്മളുടെ അടുത്ത ടാസ്ക് എന്താണെന്നറിയോ? ഐ വിൽ ഗീവ് യു എ സെറ്റ് ഓഫ് എക്സാമ്പിൾ ഫോർമുല ഓഫ് എ സെറ്റ് ഓഫ് കോമ്പൗണ്ട്. നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ വരച്ചിട്ട്, ശ്രദ്ധിച്ച് കേൾക്കണം, സ്ട്രക്ചർ വരച്ചിട്ട് ആ കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണോ അതോ അൺസാച്ചുറേറ്റഡ് ആണോ, അവൻ ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ, ഇത് നിങ്ങൾ അഡ്രസ് ചെയ്യണം. റെഡിയോ? അപ്പൊ ചെറിയൊരു സബ് ഹെഡിങ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തു. ക്ലാസിഫൈ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. Classify the following compounds as saturated and unsaturated. As saturated and unsaturated. Next sentence. Also classify them as alkane, alkene and alkyne. Alkane, alkene and alkyne. സ്പീഡിന് ചെയ്യണം കേട്ടോ. ഫോർമുലാസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടോളാം. യു സ്ട്രൈറ്റ് ഫാസ്റ്റ്. ഓരോന്ന് വരച്ച്, ഓരോ കോമ്പൗണ്ടും വരയ്ക്കാൻ ഞാൻ തരുന്ന ഫോർമുല വെച്ചിട്ട്, കോമ്പൗണ്ട് നിങ്ങൾ എല്ലാ ഫോർമുല എഴുതിയെടുക്കാൻ പോകണ്ട, ഓരോ കോമ്പൗണ്ടും വരയ്ക്കുക. കോമ്പൗണ്ട് വരച്ച ശേഷം അതിന്റെ നേരെ സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ, ആൽക്കൈൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ, ഇത് എഴുതിയിട്ട് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഇജാസ് പറഞ്ഞോ? ഇജാസ്, ഹെഡിങ് ഒന്നാമത് പറയാമോ? classify the following compounds into saturated and unsaturated. Also classify them as alkene, alkyne and alkyne. ശ്രദ്ധിച്ച് ഓരോ കോമ്പൗണ്ടിന്റെയും സ്ട്രക്ചർ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ അഡ്രസ്സിങ് നടത്തും. വേഗം വരയ്ക്കണേ. ഒരാളെ വരച്ച് അവന്റെ കാര്യങ്ങൾ എഴുതാൻ 1 മിനിറ്റ് ഒക്കെ മാക്സിമം മതി.
ഫസ്റ്റ് വൺ എന്താ കിട്ടിയെന്ന് പറയാ യാസീനെ? ഫസ്റ്റ് വൺ മുഹമ്മദ് യാസീൻ. സാച്ചുറേറ്റഡും ആൽക്കൈൻ. സാച്ചുറേറ്റഡ് ആൽക്കൈൻ ആണ്, ഉറപ്പാണോ? ഫസ്റ്റ് കോമ്പൗണ്ട് ഈസ് സാച്ചുറേറ്റഡ് ആസ് വെൽ ആസ് ഇറ്റ് ഈസ് ആൻ ആൽക്കൈൻ. സോറി, ആൽക്കൈൻ. ആൽക്കൈൻ. ഐ ആം സോറി. നമ്മൾ വരച്ചു കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. 2 കാർബൺ, അവിടെ 6 ഹൈഡ്രജൻ. അപ്പോ എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആകാൻ പാകത്തിന് ഹൈഡ്രജൻ ഉണ്ട്, ഒരു പ്രശ്നമില്ല. ദ കോമ്പൗണ്ട് ഈസ് സാച്ചുറേറ്റഡ് ആസ് വെൽ ആസ് ഇറ്റ് ഈസ് ആൻ ആൽക്കെയിൻ. ആൽക്കെയിൻ. ഫൈസ കംപ്ലീറ്റ് ആണോ? എല്ലാം കഴിഞ്ഞോ ഫൈസ? ആഹാ, വെരി ഗുഡ്. ഒന്ന് ഫാസ്റ്റ് ആക്കി, കഴിയാത്തവരൊന്ന് ഫാസ്റ്റ് ആക്കി. ശ്രദ്ധിച്ച് വരയ്ക്കാട്ടോ, തിരക്ക് കൂട്ടണ്ട, ശ്രദ്ധിച്ച് വരയ്ക്കുക, ആലോചിച്ച് ആൻസർ ചെയ്യുക. രണ്ടാമത്തെ ഒന്ന് പറഞ്ഞ കേക്കട്ടെ, രണ്ടാമത്തെ അവസ്ഥ എന്താ? ഷബാസ് കേക്കട്ടാ. സെക്കൻഡ് വൺ ഷബാസ് ജമാൽ. കേട്ടില്ല. അതല്ലേന്നോ? ഏതല്ലേന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചു. നീ വർഷം കാണിച്ചു നോക്കട്ടെ. ഇതാ നിന്റെ വീഡിയോക്ക് ക്ലാരിറ്റി ഇല്ലാത്ത. നീ ബാക്കിലേക്ക് പിടിച്ച് അങ്ങോട്ട്. വീഡിയോ സെറ്റിംഗ്സ് എല്ലാം മാറി കിടപ്പുണ്ടോടാ? വീഡിയോ ഒട്ടും ക്ലാരിറ്റി ഇല്ലോ നിന്റെ. സെക്കൻഡ് വണ്ണിന്റെ പിക്ചർ എന്താന്ന് പറഞ്ഞാൽ കേക്കട്ടെ. സെക്കൻഡ് വൺ നമ്മൾ ചെയ്ത് കഴിയുമ്പോ സൂരജ്, സെക്കൻഡ് വണ്ണിന്റെ അവസ്ഥ എന്താ? സാച്ചുറേറ്റഡ്. കേരള അൺസാച്ചുറേറ്റഡ്. അവൻ ഏത് കാറ്റഗറി പെടും? ആൽക്കീൻ, ആൽക്കീൻ, ആൽക്കൈനില്? ആൽക്കീൻ, ENE. ആൽക്കീനിൽ പെടും, ENE. കാരണം ഈവൻ ദോ ദർ ഈസ് 3 കാർബൺ, ഈ 3 കാർബണെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അത്രയും ഹൈഡ്രജൻ അവിടെ ഇല്ല. 2 ഹൈഡ്രജൻ കുറവാണ്, ശരിയല്ലേ? സോ നമുക്ക് അവിടെ വരുന്നത് ഡബിൾ ബോണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള ഒരു പൊസിഷനിൽ കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ കൊടുത്തു മാത്രം. ഇങ്ങനെ നമുക്ക് അതിന്റെ സ്ട്രക്ചർ വരിക ലൈക്ക് ദിസ്. Clearly it is an unsaturated compound. Also, since there is a double bond, it belongs to alkene. Alkene. മൂന്നാമൻ എഴുതപ്പെടും. മൂന്നാമത്തെ ആളൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ഷാഹിദ് നിയാസ്, മൂന്നാമൻ. സാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് ആണ്. അവന്റെ ഏത് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവനെ? ആൽക്കൈൻ. ആൽക്കെയിൻ. C3H8 എന്ന് പറയുമ്പോൾ 3 കാർബൺ, 3 പേർക്കും കൃത്യമായി സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ അതിന് ഹൈഡ്രജൻ ഉണ്ട്. 3 കാർബൺ, ഇതെങ്ങനെ 8 ഹൈഡ്രജൻ. 4, 5, 6, 7, 8. C3H8 ഒരു പ്രശ്നമില്ല. അതൊരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്, ആൽക്കെയിൻ ആണ്, ANE ആണ്. നാലാമനിലേക്ക് വരുമ്പോൾ എഴുതിയപ്പെടും. നാലാമൻ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. കാർത്തികേ, നാലാമനെ കിട്ടിയായിരുന്നോടാ? C4H6നെ കിട്ടിയില്ല. അതാണോ ചെയ്യുന്നത്? അതാണോ ഇപ്പൊ ട്രൈ ചെയ്യുന്നത്? അല്ല, ലാസ്റ്റത്തെ. നാലാമത്തെ കിട്ടേണ്ടതാണോ? ഒന്ന് ട്രൈ നോക്കി. ഫയാസ്, നാലാമത്തെ എന്തായി? Unsaturated. അൺസാച്ചുറേറ്റഡ് ആണ്. അവൻ ഏത് കാറ്റഗറി പെടും? Alkane. സ്പെല്ലിങ് YNE. ആൽക്കൈനിലാണ് അവൻ പെടുക. ആൽക്കൈൻ. C4H6, 4 കാർബൺ. C4. ഹൈഡ്രജൻ നമ്മൾ നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 എണ്ണം വേണം.
പക്ഷെ ഇവിടെ 6 എണ്ണമേ ഉള്ളൂ, 4 എണ്ണം കുറവാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇത്ര എണ്ണം കുറയുമ്പോൾ ഏത് ബോണ്ടാ വരാന്നൊക്കെ നമ്മൾ പറഞ്ഞു. 4 എണ്ണം കുറവാണ്. സോ വി ക്യാൻ പ്ലേസ് എ ട്രിപ്പിൾ ബോണ്ട്. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുമ്പോൾ നാച്ചുറലി നമ്മൾ അവിടുത്തെ ബാക്കി ബോണ്ടിനെയൊക്കെ ഒഴിവാക്കണം. ആൻഡ് ഓൺ ഫില്ലിംഗ് 1, 2, 3, 4, 5, 6. ഓക്കെ ആണ്. So it is an unsaturated compound. Also to belong to a triple bond category. So alkyl YN. YN ഇതാണോ? ലാസ്റ്റ് വൺ കഴിഞ്ഞൊരു വേഗം ചെയ്ത് ലാസ്റ്റ് വൺ 1 മിനിറ്റോടെ മാക്സിമം. One more minute maximum. പെട്ടെന്ന് വരച്ചുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന്. Thirty seconds. കഴിയാത്തവർക്ക് 30 seconds മാക്സിമം. റൈറ്റ്. സഫോനെ പറഞ്ഞ എന്താ ലാസ്റ്റ് കാറ്റഗറിയിൽ വരിക? ആൽക്കീനാണ്. C5H10. 5 കാർബൺ നമുക്കുണ്ട്. ഈ 5 കാർബണിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് 12 ഹൈഡ്രജൻ ആണ്, പക്ഷെ 10 എണ്ണമേ ഉള്ളൂ. സോ നമുക്കൊരു ഡബിൾ ബോണ്ട് എന്തായാലും കൊടുക്കേണ്ട വരും. ഒരു ഡബിൾ ബോണ്ട് ഒക്കെ നമുക്ക് കൊടുക്കേണ്ട വരും. ബാക്കി 10 ഹൈഡ്രജൻ നമുക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? 5, 7, 8, 9, 10. സോ ഇറ്റ് ബിലോങ് ടു ആൽക്കീൻ. അൺസാച്ചുറേറ്റഡ് ആണ്, ആൽക്കീൻ ആണ്. നജാദ ചോദിച്ചോടാ. സാറേ ഇത് വരയ്ക്കുമ്പോ വട്ടത്തിൽ വരയ്ക്കാൻ പറ്റുമോ? ഏതായാലും C5H10 ആ സ്ട്രേറ്റ് ചെയിൻ വരച്ചാൽ മതി. വട്ടത്തിൽ വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ പറ്റുന്ന വെച്ചാൽ നമ്മുടെ ഡബിൾ ബോണ്ട് ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടും. എനിക്ക് ഡബിൾ ബോണ്ടിലാണ്. റൗണ്ടിൽ നമ്മൾ പെന്റഗൺ പോലെ വരച്ചാൽ ഡബിൾ ബോണ്ട് ഉണ്ട്. തൽക്കാലം സ്ട്രേറ്റ് ആയിട്ട് വരച്ചാൽ മതി. എക്സാമിന് വയ്ക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വരയ്ക്കാൻ പ്രശ്നമില്ല. ഇത് ഞാൻ ജസ്റ്റ് ക്ലാസിഫൈ എക്സാമ്പിൾ ഒന്നും കഴിഞ്ഞില്ല എല്ലാവരും. ശരി, അപ്പൊ 2-3 കാര്യങ്ങൾ കൂടി അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പിക് ടോട്ടലി ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. അത് ശരിക്കും നമ്മുടെ എന്താന്ന് വെച്ചാൽ ആ ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ കുറച്ച് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. എക്സാമിന് അത്ര ഡെപ്തിലൊന്നും വരാൻ സാധ്യതയില്ല. എന്നാൽ പോലും സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ കോമ്പൗണ്ടിനെ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ കുറെ സംഗതിയൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇപ്പൊ ഇവിടെ തൊട്ടു മുമ്പ് നജാദ് ചോദിച്ച ആ ഒരു പോയിന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ സപ്പോസ് വരച്ചതിന്റെ ഒരു പെക്യുലാരിറ്റി. ഇപ്പൊ നജാദ് C5H10 എന്നുള്ള കോമ്പൗണ്ടിനെ വരച്ചത് എങ്ങനെയാണ്? C5H10 എന്ന് പറഞ്ഞപ്പോ 1, 2, 3, 4, 5 എന്നിട്ട് എല്ലാവരും കൂടെ 2 ഹൈഡ്രജൻ വെച്ച് കൊടുത്തു ലൈക്ക് ദിസ്. അപ്പോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എല്ലാ കാർബണിനെയും കൂടെ 4 ബോണ്ട് ഉണ്ട്. കൃത്യമാണ്, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. 10 ഹൈഡ്രജൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സംഭവമൊക്കെ സെറ്റാ. ഓക്കെ, അപ്പോ ഈ കാണുന്ന 2 കോമ്പൗണ്ടും ശ്രദ്ധിച്ചു കേട്ടോളണം. ഈ കാണുന്ന ഞാൻ ഈ വർഷം ഈ കോമ്പൗണ്ടും C5H10 എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. 2 പേരുടെയും ഫോർമുല സെയിം ആണ്. ഇങ്ങനെ വന്നാൽ നമ്മൾ ഇന്നലെ പേര് വിളിച്ചായിരുന്നല്ലോ, ഇല്ലേ ശിവാനി? എന്തായിരുന്നു ഇന്നലെ നമ്മള് ഇതുപോലെ വരുന്ന, അതായത് ഒരേ ഫോർമുല പക്ഷെ ഡിഫറെന്റ് സ്ട്രക്ചർ വരുന്ന ആൾക്കാർക്ക് ഒരു പേര് പഠിച്ചായിരുന്നു. സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്നൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 2 കോമ്പൗണ്ടും C5H10 എന്നുള്ള ഫോർമുലയിൽ പെടുന്നതാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും C5H10 എന്നുള്ള ഫോർമുല മാത്രം ഉപയോഗിച്ച് ഈ കോമ്പൗണ്ട്സിനെ മെൻഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഒരാൾ ക്വസ്റ്റ്യനിൽ പറയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ ലാബിൽ, അല്ലെങ്കിൽ ഇപ്പോ സപ്പോസ് നമ്മൾ ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പോൾ ഒരാൾ പറയണ C5H10 എന്നുള്ള കോമ്പൗണ്ട് എടുക്കാൻ പറഞ്ഞു. സപ്പോസ് C5H10 എടുക്കാൻ പറഞ്ഞു. അപ്പൊ വാട്ടർ എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല. വാട്ടർ എന്ന് പറഞ്ഞാൽ ഒറ്റ ആളുള്ളൂ, അല്ലെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാൻ പറഞ്ഞാൽ ഒറ്റ ആളുള്ളൂ. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നുള്ള പേരിൽ 2 ആൾക്കാർ ഒരിക്കലും ഉണ്ടാവില്ല. സൾഫ്യൂരിക് ആസിഡ് എന്നുള്ള പേരിൽ 2 ആൾക്കാർ ഉണ്ടാവില്ല. അമോണിയ എന്നുള്ള പേരിൽ 2 ആൾക്കാർ ഉണ്ടാവില്ല. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള പേരിൽ 2 ആൾക്കാർ ഉണ്ടാവില്ല. ഒറ്റ ആളേ ഉള്ളൂ.
ഒരാൾ പറയുകയാണെങ്കിൽ C5 വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തേ, C5 വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിലും എടുക്കാൻ പറഞ്ഞ പ്രശ്നം. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഈ വരച്ചേക്കുന്നതിൽ C5H10 എന്ന ഫോമിൽ രണ്ടാൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ മോളിക്കുലാർ ഫോർമുല മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓർഗാനിക് കോമ്പൗണ്ട്സിനെ അഡ്രസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാത്രം പ്രത്യേകത കേട്ടോ, മറ്റുള്ളവരിൽ പ്രശ്നമില്ല. ഇപ്പൊ ഒരാൾ പറയാണ് H2O എന്ന പേരിൽ അല്ലെങ്കിൽ H2O എന്ന ഫോമിൽ ഒരേ ഒരാളുള്ളൂ, അത് വാട്ടറാണ്. H2SO4 എന്ന ഫോമിൽ ഒരേ ഒരാളുള്ളൂ, അത് സൾഫ്യൂരിക് ആസിഡ് ആണ്. HCl എന്ന ഫോമിൽ ഒരേ ഒരാളുള്ളൂ, അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, പക്ഷേ C5H10 എന്നുള്ള ഫോമിൽ ഒരാളല്ല, C4H10 എന്നുള്ള ഫോമിൽ ഒരാളല്ല, C4H8 എന്നുള്ള ഫോമിൽ ഒരാളല്ല. ഒരുപാട് ആൾക്കാർ ഇതേ ഫോമിൽ വരും. അത്തരം ആൾക്കാർക്ക് നമ്മൾ ഇന്നലെ പഠിച്ച സ്ട്രക്ചറൽ ഐസോമേഴ്സ്. ഡു യു ഗെറ്റ് മീ? അപ്പോ ഈ കോമ്പൗണ്ട്സിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഫോമുല മാത്രം പോരാ. പകരം എന്ത് നമ്മൾ ഉപയോഗിക്കേണ്ട വരും? ഫൈസ എന്ന് പറഞ്ഞ ഫോമുല കൂടാതെ ഫൈസ ഫോമുല കൂടാതെ നമുക്ക് വേറെ എന്ത് വഴിയുണ്ട് മാറി തിരിച്ചറിയാൻ? സിമ്പിൾ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് കോമൺ സെൻസിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒരു ക്ലാസ് റൂമിൽ ഒരു 25 ബോയ്സും 24 ഗേൾസും അല്ലെങ്കിൽ 25 ബോയ്സ് 25 ഗേൾസും ഉണ്ട്. നമുക്കിതിൽ ഓരോരുത്തരെയും തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പണി എന്താണ്? ഒരു ടീച്ചർക്ക് 25 പേരെ ഐഡന്റിഫൈ ചെയ്യാൻ ഏതാണ്? കേട്ടില്ല. വിഷ്വലൈസ് ചെയ്യുക, കംപ്ലീറ്റ് വരയ്ക്കുക തീർച്ചയായിട്ടും. പക്ഷെ കുറച്ച് വലിയ കോമ്പൗണ്ട്സ് ഒക്കെ വരയ്ക്കുമ്പോൾ വരയ്ക്കൽ പ്രാക്ടിക്കൽ അല്ലല്ലോ. ക്ലാസ് റൂമിൽ ചിന്തിച്ച് നോക്ക്, ക്ലാസ്സിൽ 25 ബോയ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ നമ്മൾ പരസ്പരം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാധനം എന്താ? കാണുന്നത് ഓക്കെ, അല്ലാതെ അതർ ദാൻ. അപ്പൊ ഒരു ബ്ലൈൻഡ് ആയ ആൾ എന്ത് ചെയ്യും? കാണുന്നതിനേക്കാൾ സിമ്പിൾ നമ്മൾ കുറെ കൂടെ ക്ലാസ് റൂമിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ക്ലാസ് റൂമില്, വീട്ടില്, ഫ്രണ്ട്സിനിടയില് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന. സുഹാന എന്താ അത് പറഞ്ഞു? സുഹാന കറക്റ്റാ. നെയിം, പേര് നെയിം ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ? ക്ലാസ് റൂമിലെ ഓരോരുത്തരെയും തിരിച്ചറിയാൻ ഓരോരുത്തർക്ക് കൃത്യമായ പേരുണ്ട്. ഇനിയിപ്പോ 2 പേർക്ക് ഒരേ പേരുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഇനീഷ്യൽ എങ്കിലും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും അല്ലെ? തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇനീഷ്യലെങ്കിലും നമ്മൾ ചേഞ്ച് വരുത്തും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുക? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അല്ലാതെ ഇപ്പൊ വൺ ബോയ് എന്ന് പറഞ്ഞാൽ 25 ആരും വേണമെങ്കിലും ആവാം. അതേ പ്രശ്നം ഇപ്പൊ നമ്മളിവിടെ ഫേസ് ചെയ്യുന്നത്. C5H10 എന്ന് പറയുമ്പോൾ രണ്ടുപേരും C5H10 രണ്ടുപേരും കൺഫ്യൂഷൻ. എന്നെയാണോ കൺഫ്യൂഷൻ? അപ്പൊ നമുക്ക് കൃത്യം എന്ത് ചെയ്യണം? ആളെ മെൻഷൻ ചെയ്യണം. കറക്റ്റ് ആളെ നമുക്ക് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ കൃത്യം മെൻഷൻ ചെയ്യാനാണ് നമ്മൾ നെയിം യൂസ് ചെയ്യുക. ഈ നെയിം കൊടുക്കുന്ന പണി ശരിക്കും പറഞ്ഞാൽ വലിയ ടാസ്ക് ആണ്, ചെറിയ പണിയൊന്നുമല്ല. നമ്മൾ ഓർക്കും ആ പേരിട്ടാ പോലെ നിസ്സാര പരിപാടി ഒന്ന് ഓർക്കും. പക്ഷേ ഈ പേരിടൽ വലിയ ടാസ്ക്കാണ്, വലിയ ടാസ്ക്കാണ്. കൃത്യമായ റൂളുകളുണ്ട്, കൃത്യമായ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ആ ഫോർമാലിറ്റീസ് കൃത്യം പാലിച്ചാൽ മാത്രമേ കറക്റ്റ് നെയിം ഇടാൻ പറ്റൂ. ഓക്കെ, അത് നമ്മള് കുറെ കൃത്യമായ പേര് പറയും. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്നൊക്കെ നമ്മളെ ടോപ്പിക്കിനെ പറയും. പക്ഷെ നമ്മൾ അത്രയും ഡെപ്തിലേക്ക് പോകുന്നില്ല, നമുക്കത് പഠിക്കാനുമില്ല. പക്ഷെ മെൻഷൻ ചെയ്തു മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതില് നമുക്കൊരു കോമ്പൗണ്ടിനെ കൃത്യം തിരിച്ചറിയണമെങ്കിൽ ഫോർമുല മാത്രം പോരാ. along with the formula we should know the name of the compound. നെയിം അറിയാമെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. കാരണം ഒരു പേരിൽ ഒരാളെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഫാത്തിമ എന്നുള്ള പേരിൽ കുറെ പേരുള്ളത് പോലെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഒറ്റ പേരിൽ ഒരാളുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് ആ പേര് കൊടുക്കാം എന്നാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. എഗെയിൻ ഞാൻ പറഞ്ഞു, വളരെ ബേസിക് ആയ ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്യത്തുള്ളൂ. ഒരുപാട് റൂളുണ്ട്. ശരിക്കും ഈ നെയിം കൊടുക്കാൻ വേണ്ടി ഒരുപാട് റൂളുകൾ നമ്മൾ ഫോളോ ചെയ്താൽ കറക്റ്റ് റൂൾ നമുക്ക് നെയിം കൊടുക്കാൻ പറ്റില്ല. ഈ റൂളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഉണ്ട്, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് IUPAC എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് ഈ റൂളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്, പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ നിയമങ്ങളുണ്ട്, റൂൾസ് ഉണ്ട്. അത് ഫോളോ ചെയ്യുമ്പോൾ കറക്റ്റ് നെയിം കൊടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് മെൻഷൻ ചെയ്തുള്ളൂ. നമ്മൾ പറഞ്ഞു വന്ന കാര്യം, നെയിം കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വളരെ സിമ്പിൾ ആയ കുറച്ച് പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. ആദ്യം നമ്മൾ നോക്കേണ്ടത് കാർബൺ ആറ്റത്തിന്റെ എണ്ണം, നമ്പർ ഓഫ് കാർബൺ ആറ്റം. നമ്മളുടെ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, കാർബണിന്റെ എണ്ണം വെച്ചിട്ട് പേരിന്റെ ഒരു പാർട്ട് അതാണ്.
അല്ലെ? ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമ്മളുടെ പേരൊക്കെ വരുമ്പോൾ നമ്മളുടെ പാരന്റ്സിന്റെ നെയിമോ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി നെയിമോ സംതിങ് നമ്മുടെ പേരിന് ഒരു പാർട്ടായിരിക്കും അല്ലെ? അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സിന് നെയിം കൊടുക്കുമ്പോൾ കാർബണിന്റെ എണ്ണമാണ് ഒരു പ്രധാനപ്പെട്ട പാർട്ട്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ കൃത്യം എഴുതാമെന്ന് എടുത്ത് പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടോ. കാർബണിന്റെ എണ്ണത്തിനനുസരിച്ച് ലിസൺ കെയർഫുള്ളി ഇങ്ങനെയാണ് നമ്മൾ നമ്പർ കൊടുക്കുക. നമ്പർ ഓഫ് കാർബൺ, ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളണം, ആ പേര് ഉപയോഗിക്കുന്ന ടേം ശ്രദ്ധിക്കണം. നമ്പർ ഓഫ് കാർബൺ ആൻഡ് നെയിം യൂസ്. ചില വാക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലത് കേട്ടിട്ടുണ്ടാവില്ല, പുതിയതായിരിക്കും. ഒരു കോമ്പൗണ്ടിൽ ഒരു കാർബണേ ഉള്ളുവെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് മെത്ത്. METH. ഓക്കെ, ഇനി സപ്പോസ് ഒരു കോമ്പൗണ്ടിൽ 2 കാർബൺ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കുന്ന പേരാണ് ETH. ഓക്കെ, സപ്പോസ് ഞാൻ പറഞ്ഞിട്ട് എഴുതാം, ഇപ്പൊ എഴുതാൻ പോലെ 3 കാർബൺ ഉണ്ടെങ്കിൽ വി യൂസ് പ്രൊപ്പ്. 4 കാർബൺ ഉണ്ടെങ്കിൽ വി യൂസ് ബ്യൂട്ട് എന്നും പറയാറുണ്ട് കേട്ടോ. 5 കാർബൺ നമുക്ക് ഫെമിലർ ആണ്. 5 നമ്മൾ ഉപയോഗിക്കുന്ന വേണ്ട മാത്തമാറ്റിക്സിൽ 5 നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ നെയിം എന്തായിരുന്നു? 5 മുഹമ്മദ് അലി 5 നെയിം എന്തായിരുന്നു? അബ്സല്യൂട്ട്ലി പെൻഡ്. 5 പെൻഡ് ആണ്. ഏനെയൊക്കെ നമ്മൾ വഴിയെ പറയൂ കേട്ടോ. പെൻഡ് എന്നാണ് 5 നമ്മൾ പറയാം. 6 എണ്ണം ആകുമ്പോഴോ 6 നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എന്താ? 6 അഞ്ജല 6 അറിയില്ല. 6 ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടേ, മാത്തമാറ്റിക്സ് കണ്ടിട്ടുണ്ടേ. 6 ഷേപ്പുള്ള 6 സൈഡുള്ള പോളിഗണിന്റെ പേരെന്താ? ഹെക്സഗൺ. 6 സൈഡുള്ള പോളിഗൺ ഹെക്സഗൺ ആണ്. 6 ഡിനോട്ട് ചെയ്യുന്ന വേർഡ് ആണ് ഹെക്സ്. 7 ഡിനോട്ട് ചെയ്യുന്നതായിരിക്കും അരവിന്ദ്. 7 അരവിന്ദ് 7. അരവിന്ദിന്റെ റിപ്ലൈ പലപ്പോഴും ഡിലേ ആണല്ലോ അരവിന്ദ്. 7ന്റെ പേരെന്തായിരിക്കും? അഭിഷേക് ബിജു 7 ഹെപ്റ്റഗൺ. ഇവിടെ നമ്മൾ 7 എന്നുള്ളതിന് ഹെപ്റ്റ് എന്ന് കൊടുക്കും. ഓക്കെ, അതുപോലെ 8 ഉണ്ട്. 8 നമ്മൾ ഒക്ട് എന്നാണ് കൊടുക്കുക. 9 2 എന്ന് കൊടുക്കും. 10 ഡക്ക് എന്ന് കൊടുക്കും, എക്സെട്ര. അങ്ങനെയൊക്കെ വീണ്ടും വാക്കുകളുണ്ട്. ഒരു 5 6 ഒക്കെ നമ്മൾ മാക്സിമം പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഹെക്സഗൺ, ഹെപ്റ്റഗൺ, പെന്റഗൺ എന്നൊക്കെ വരാൻ കാരണം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പോളിഗണിനെ കുറിച്ച്. പോളിഗൺ, ആ പോളിഗണിന്റെ ഗണ്ണാണ് അവിടെ വന്നത്. അവന്മാരൊക്കെ പേരിൽ അറ്റത്തുള്ളത് ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, പെന്റഗൺ എന്നൊക്കെ പറയാനുള്ള കാരണം ആദ്യത്തെ വേർഡ് ഉണ്ടല്ലോ ഹെക്സ്, അത് 6 സൈഡ് എന്നുള്ളതിന്റെ സിമ്പിളാണ്. പെൻഡ് 5 സൈഡിന്റെ സിമ്പിളാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിൽ ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്, അപ്പൊ നമ്മള് കാർബൺ ആറ്റം അവന്റെ വീട്ടുപേര് നമ്മളിപ്പോ ഡിനോട്ട് ചെയ്തു. കാർബൺ ആറ്റം അല്ലെ വീട്ടുപേരല്ല, അവന്റെ സ്വന്തം പേര് നമ്മൾ ഡിനോട്ട് ചെയ്തു. സ്വന്തം പേരാണ് കാർബന്റെ എണ്ണം എന്ന് പറയുന്നത് കേട്ടോ. ഇനിയാണ് അവന്റെ ഫാമിലി നെയിം വരുന്നത്. നമ്മളിപ്പോ 3 ഫാമിലി പഠിച്ചല്ലോ ഓൾറെഡി, ഇല്ലേ? അതിനാണ് നമ്മളിപ്പോ 3 ഫാമിലി പഠിച്ച ഏതൊക്കെയായിരുന്നടാ? പ്രധാനപ്പെട്ട 3 തറവാടികളാണ് ആൽക്കീൻ, ആൽക്കീൻ, ആൽക്കൈൻ. ബാക്കിയൊക്കെ കുറെ ചെറിയ തറവാട്ടുകാർ വേറെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണികളായ 3 പേരാണ് ആൽക്കൈനും, ആൽക്കീനും, ആൽക്കൈനും. ഇവരുടെ തറവാട്ട് പേര് ഡിനോട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് ANE, ENE ആൻഡ് YNE. ANE, ENE ആൻഡ് YNE. അപ്പൊ സപ്പോസ് ശ്രദ്ധിച്ചു കേൾക്കുക, നമ്മൾ ഈ എഴുതിയ കോമ്പൗണ്ട്, മുകളിലെ കോമ്പൗണ്ട് ഒരു എക്സാമ്പിൾ എടുക്കുക കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ്. ഞാൻ അവിടെ ഒന്നുകൂടെ വരയ്ക്കാം. നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഓക്കെ, ഇതാണ് എന്റെ കോമ്പൗണ്ട്. ബാലൻസ് ഒക്കെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു സപ്പോസ്. അപ്പൊ ഈ കാണുന്ന കോമ്പൗണ്ടില് നമ്മൾ നോക്കുകയാണ്. പേരെഴുതുന്ന മെത്തേഡ് ശ്രദ്ധിച്ച് നോക്കിക്കോളണം കേട്ടോ. ഒന്നാമത്തെ ടാസ്ക്, എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? എത്ര ഉള്ള അറിയാം? 3 അപ്പൊ നമ്മൾ എന്താ കൊടുക്കണ്ടേ? പ്രൊപ്പ്. 3 ആകുമ്പോ സ്വന്തം പേര് പ്രൊപ്പ്. വീട്ടുപേര് എഴുതാറായിട്ടില്ല, സ്വന്തം പേര് മാത്രം പ്രൊപ്പ്. ഓക്കെ, ഇനിയാണ് നമ്മൾ തറവാട്ട് പേര് ചേർക്കാൻ പോകുന്നത്. അത് നമ്മൾ എന്താ നോക്കണ്ടെന്ന് അറിയോ? കോമ്പൗണ്ടിലുള്ള എല്ലാം സിംഗിൾ ബോണ്ട് ആണോ? എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ, ആൽക്കെയിൻ ഫാമിലി ആണെങ്കിൽ നമ്മൾ ഈ പേരിന്റെ കൂടെ ANE എന്ന് ചേർക്കും. ഡബിൾ ബോണ്ട് ഉണ്ട്, ആൽക്കീൻ ഫാമിലി ആണെങ്കിൽ ENE എന്ന് ചേർക്കും.
ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ YN ചേർക്കും. ഇപ്പൊ ശേഷാദി പറ, ഇവിടെ നമ്മൾ എന്ത് ചേർക്കണം? ENE ചേർക്കണം. അപ്പൊ കോമ്പൗണ്ടിന്റെ മൊത്തം പേര് നമ്മൾ പറയും പ്രൊപ്പീൻ എന്നാണ് കോമ്പൗണ്ട്, പ്രൊപ്പീൻ. സപ്പോസ് ഇതേ ആൾ ഇങ്ങനെ ആയിരുന്നു എങ്കിൽ, എക്സാമ്പിൾ, ഇങ്ങനെയാണെന്ന് നിങ്ങൾ സപ്പോസ് ചെയ്യാം. ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒന്ന് പറഞ്ഞ അബ്ദുള്ള, നമ്മൾ എന്ത് പേരിടേണ്ടി വരും? അബ്ദുള്ള, വാട്ട് നെയിം ഷുഡ് വി ഗീവ്? YNE ഇടേണ്ട വരും. YNE. YN എന്ന് മാത്രം ഇട്ടാൽ മതി. YN മാത്രം ഇട്ടാൽ മതി, വേറൊന്നുമില്ല. സ്വന്തം പേര് പ്രൊപ്പ്, 3 കാർബണ് പ്രൊപ്പ്, തറവാടിന്റെ പേര് YN, മൊത്തത്തിലെ കോമ്പൗണ്ടിന്റെ പേര് പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ. ഇനി ഇതേ ആള്, സപ്പോസ് ഇതേ ആള് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മളിപ്പോ എഴുതിയ കോമ്പൗണ്ട് തന്നെ, സപ്പോസ് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം CCC, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 3, ഇങ്ങനെ ആയിരുന്നു നമ്മളുടെ കോമ്പൗണ്ട് എങ്കിൽ ഒന്ന് പറയാം, നമ്മൾ ഇവന് എന്ത് പേര് കൊടുക്കണം എന്ന് പറയാൻ കേക്കട്ടെ. നജാദെ പറയടാ, എന്ത് പേര് കൊടുക്കണം? Propane. പ്രൊപ്പെയിൻ. സ്വന്തം പേര് പ്രൊപ്പ്, തറവാട് പേര് ANE, മൊത്തം പേര് പ്രൊപ്പെയിൻ. ഇതാണ് കോമ്പൗണ്ടിന്റെ പേര് കൊടുക്കുന്ന മെത്തഡോളജി. ഓക്കെ, അപ്പൊ ഒരു ബേസിക് ഐഡിയ നമുക്ക് മതി. ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞോളാം. കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് തിരിയുന്ന പോലെ ഇൻ യുവർ ഓൺ വേർഡ്സ്. സ്പീഡാവട്ടെ കേട്ടോ. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചോട്ടോ. ഈ പേരുകളൊക്കെ തന്നെ നമ്മുടെ പേജ് നമ്പർ 64-ലുണ്ട്. നമ്മളിപ്പോ വായിച്ചതിന് തൊട്ട് മുന്നത്തെ പേജിൽ ടേബിൾ 4.2 കിടപ്പുണ്ട്, അവിടെ പേരുകളൊക്കെ ഉണ്ട്. ഒരു കാർബൺ മാത്രമുള്ള മീത്തൈൻ, രണ്ടായപ്പോ ഈത്തൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ. ബട്ട് എന്നാണ് നമ്മൾ അതിന്റെ 4 കാർബണിനെ ബട്ട് എന്ന് കൊടുക്കുമെങ്കിലും പേര് പറയുമ്പോൾ ബ്യൂട്ടൈൻ എന്നാട്ടോ പറയാം. ബ്യൂട്ടൈൻ, ബ്യൂട്ടൈൻ, ബ്യൂട്ടീൻ, ബ്യൂട്ടൈൻ എന്നൊക്കെ പറയും, സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ അനുസരിച്ച്. പെൻഡൈൻ, ഹെക്സൈൻ എക്സെട്ര. ഫസ്റ്റ് ആയിക്കോട്ടെ. എല്ലാവരും നോട്ട് ചെയ്തേനോ? ഒരു 6 വരെ നമ്മൾ പഠിച്ചാൽ മതിയാവും. ഹെപ്റ്റും ഒക്ടും ഞണ്ണും ഡെക്കൊന്നും നമുക്ക് വേണം നിർബന്ധമില്ല. 6 വരെയൊക്കെ നമ്മൾ പഠിച്ചാൽ മതി. അല്ലേ ഒരുവൺ? ശരി, അപ്പോ ഈ കീവേഡുകൾ ഉപയോഗിച്ച് നമ്മൾ ഇതിനു മുന്നേ ചെയ്ത കോമ്പൗണ്ട്സിന്റെ പേരൊക്കെ ഒന്ന് പെട്ടെന്ന് എഴുതി. 5 കോമ്പൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 5 പേരുടെയും പേര് വേഗം എഴുതി. 5 പേര് നമ്മൾ എക്സാമ്പിൾ വരച്ചല്ലോ, അവരുടെ പേര്. പിന്നെ 5 പേരുടെയും പേര്.
ഒരു മിനിറ്റ് കേട്ടോ മാക്സിമം. സിമ്പിൾ ആയിട്ട് എഴുതാവുന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പേര് എഴുതാവുന്നേ ഉള്ളൂ. ഒന്ന് പറഞ്ഞു നോക്കിയ മോനെ ശബാശ. ഒന്നാമത്തെ ആളുടെ പേര് എന്താ? ഒന്നാമത്തെ ആളുടെ ഓ എത്തിന്റെ ബാക്കി തറവാട്ടിലെ പേര് ആരടാ ഇടുന്നേ? അതോടെ ഇടണ്ടേ, അപ്പോഴല്ലേ പേര് കംപ്ലീറ്റ് ആവുള്ളൂ. ചിരിച്ചുകൊണ്ടിരിക്കാതെ പറ വേഗം, ഞാൻ അതിനെ വെയിറ്റ് ചെയ്യുന്നത്. ഈത്തൈൻ, ഈത്തൈൻ നമ്മൾ പറയാം. ഈത്തൈൻ, ETHAN. 2 കാർബൺ ആകുമ്പോ എത്ത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഫൈൻ. ശിവാനി രണ്ടാമത്തെ ആളുടെ പേര്? രണ്ടാമത്തെ ആളുടെ പേര്? രണ്ടാമത്തെ C3H6 എന്നുള്ള C3H6. അല്ലല്ലോ, C3H6ഓ? നമ്മൾ ചെയ്ത സെക്കൻഡ് എക്സാമ്പിൾ ഈ കോമ്പൗണ്ട് ആണ് ചോദിക്കുന്നത്. നമ്മൾ ചെയ്ത സെക്കൻഡ് എക്സാമ്പിൾ, നേരത്തെ ക്ലാസിഫൈ ചെയ്ത സെക്കൻഡ് എക്സാമ്പിൾ. ശിവാനി എത്ര കാർബൺ ആ കോമ്പൗണ്ടിലുള്ള? 5. C3H6ലോ C3H6ലോ? ഏത് എക്സാമ്പിളാ ശിവാനി നോക്കുന്നത്? 3 കാർബൺ എന്താ നമ്മൾ കൊടുക്കണ്ടേ? പ്രൊപ്പ്. ഇനി അതിലെ ബോണ്ടിങ് ഏത് ടൈപ്പാ? ഡബിൾ. അപ്പൊ എന്താ മൊത്തം പേര് വരിക? പ്രൊപ്പീൻ. 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 സൂർജ മൂന്നാമത്തെ പേര് പറഞ്ഞ പോലെ? ബട്ടൈൻ. BUT. മൂന്നാമത്തെ C3H8 അല്ലടാ, C3H8 അല്ലേ? പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ. മൂന്നാമത്തെ പ്രൊപ്പൈൻ. 3 കാർബൺ പ്രൊപ്പ്, സിംഗിൾ ബോണ്ട് പ്രൊപ്പൈൻ. നാലാമത്തെ C4H6. C4H6. ഹനാൻ? ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ. 3 കാർബൺ ആയതുകൊണ്ട് 4 കാർബൺ ആയതുകൊണ്ട് ബട്ട്, അതിന്റെ കൂടെ YNE. റീഡ് ചെയ്യേണ്ടത് ബ്യൂട്ടൈൻ. ബട്ടൈൻ എന്നല്ല, ബ്യൂട്ടൈൻ. അതാണ് അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. ലാസ്റ്റ് വണ്ണിലേക്ക് വരുമ്പോഴോ എന്ന് പറഞ്ഞ കാർത്തികേ, ലാസ്റ്റ് വൺ എത്ര കാർബൺ ഉണ്ട്? സോ എന്താ നമ്മൾ കൊടുക്കണ്ടേ? വോയിസ് എനിക്ക് ക്ലിയർ അല്ലോടാ കാർത്തിക്. മയൂഖെ പറയടാ, എന്താ പറയാ ലാസ്റ്റ് കേസിലെ? മയൂഖ്. പെൻഡൈൻ. ANE. ENEക്ക് പെൻഡൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പെൻഡീൻ. പെൻഡീൻ. 5 കാർബൺ പെൻഡ് ENE. ഓക്കെ, ഒറ്റ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്കഷൻ തീർക്കാം കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. അങ്ങനെ വരുമ്പോഴേ ഇപ്പൊ ഈ നജാദ് വരച്ച സാധനം ഉണ്ടല്ലോ, ഈ കിടക്കുന്നത്, അവന്റെ പേര് എന്ത് വരും? നജാദാണ് ഇതൊക്കെ കാരണം. നജാദ എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവൻ നമ്മൾ എന്ത് പേര് കൊടുക്കും? ദീ കിടക്കുന്ന ആൾക്ക്, ദീ കിടക്കുന്ന നമ്മളുടെ ഈ വരുന്ന ആൾക്ക് നമ്മൾ എന്ത് പേര് കൊടുക്കും? എത്ര കാർബൺ ഉണ്ട് അതില്? എത്ര കാർബൺ ഐഷ? 5. ശരി, അതിന്റെ ബോണ്ടിങ്ങോ? അതല്ല, ബോണ്ടിങ് സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ? അത് സിംഗിൾ. അപ്പൊ എന്താ പേര്? ആൽക്കെയിൻ അല്ല, പെൻഡെയിൻ. ഈ പറയുന്നതനുസരിച്ച് നമ്മൾ ആ കോമ്പൗണ്ട് കൊടുക്കേണ്ടി വരുന്ന പേര് പെൻഡെയിൻ. ശ്രദ്ധിച്ചു കേട്ടോ. കാരണം 5 കാർബൺ ഉണ്ട്, എല്ലാ ബോണ്ടും സിംഗിൾ ബോണ്ട് ആണ്. സോ നമ്മൾ ആ കോമ്പൗണ്ടിന് പെൻഡെയിൻ എന്ന് പേര് കൊടുക്കേണ്ട വരും. അപ്പോൾ അവിടെ അറേഞ്ച് ചെയ്യുന്ന ഇഷ്യൂ നോക്കിക്കോ. ഈ കാണുന്ന കോമ്പൗണ്ട് നോക്കുക. 1, 2, 3, 4, 5. ഓക്കെ, ഇവിടെയൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന കോമ്പൗണ്ടില് സുഹാന എന്ന് പറഞ്ഞ എത്ര കാർബണാണുള്ളത്? 5. ബോണ്ടിങ് ഏത് ടൈപ്പാ? സിംഗിള്. അപ്പൊ ഈ കോമ്പൗണ്ട് എന്ത് പേര് കൊടുക്കും? പെൻഡെയിൻ. അപ്പൊ ഇതാണോ പെൻഡെയിൻ? നേരത്തെ പറയണോ പെൻഡെയിൻ? രണ്ടും പെൻഡെയിൻ അല്ലേ? അത് പറ്റില്ല. നമ്മൾ ഈ പേരിട്ടത് തന്നെ 2 ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാ. നമ്മൾ ഈ പേരിടൽ ചടങ്ങ് തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ ഡിഫറെന്റ് കോമ്പൗണ്ട്സ് അല്ലെ? അപ്പൊ മറ്റവരും പെൻഡെയിൻ, ഇവനും പെൻഡെയിൻ. അത് പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ഈ പണി ചെയ്താൽ അർത്ഥമില്ലല്ലോ. ശരിയല്ലേ? അവിടെയാണ് നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ക്ലോസ്ഡ് ആണെങ്കിൽ, നമ്മൾ ഇതിൽ ഓപ്പൺ ചെയിൻ ക്ലോസ് ചെയിൻ എന്ന് പറയുന്ന ആൾക്കാരെ പഠിച്ചായിരുന്നു അല്ലേ? ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ അവന്റെ പേരിന് മുമ്പിൽ ഒരു സാധനം ആഡ് ചെയ്ത് കൊടുക്കും. വി വിൽ ആഡ് ദ ടേം സൈക്ലോ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്സ് നെയിം. അപ്പോ ഈ വരച്ച നജാദ് വരച്ച് വെച്ചവന്റെ പേരാണ് സൈക്ലോപെൻഡെയിൻ, ഇവന്റെ പേരാണ് വെറും പെൻഡെയിൻ. വെറും നാടിയാനല്ല കേട്ടോ പെൻഡെയിൻ. മറ്റവൻ സൈക്ലോപെൻഡെയിൻ, ഇവൻ പെൻഡെയിൻ. ഇപ്പൊ എന്തായി? രണ്ടുപേരും പേര് ഡിഫറെന്റ് ആയി, രണ്ടുപേരെ പേരും സെറ്റ് ആയി. റൈറ്റ്? ഓക്കെ, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചു. സൈക്ലോപെൻഡെയിനും പെൻഡെയിനും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വേഗം ആ പേജ് നമ്പർ 65 വിൽ യു ബി മൈ ഫ്രണ്ട് തൊട്ട് മുതൽ ഒന്നുകൂടെ വായിച്ചു നോക്കി. 1 സെക്കൻഡ്. ഓക്കെ, റൈറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മളെ നെയിമിങ്ങുമായി ബന്ധപ്പെട്ട ഡിസ്കഷനോടെ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. കുഴപ്പമില്ല? ക്ലിയർ അല്ല ഇത്രയും കാര്യങ്ങള്? ശരി, കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ കോമ്പൗണ്ട് നെയിമോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പ്രോസസ്. ഇത് ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ഒരാളെ, അല്ലെങ്കിൽ കാർബണും ഹൈഡ്രജനും മാത്രമുള്ള ഒരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തായിരുന്നു. ഓക്കെ, പക്ഷേ ഈ കാർബൺ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ കാർബണും ഹൈഡ്രജനും മാത്രമായിക്കൊള്ളുന്ന യാതൊരു നിർബന്ധമില്ല. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. കാർബണും ഹൈഡ്രജനും അല്ലാതെ മറ്റ് ആളുകൾ കയറി വരുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മള് സാധാരണ ഈ ബിവറേജിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമല്ലേ ആൽക്കഹോൾ എന്ന് പറയുന്നത്. നേർക്കുന്നതിന് മലയാളത്തിൽ പറയാം കള്ള് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇറ്റ്സ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. അതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ആ ഓർഗാനിക് കോമ്പൗണ്ട് ഫോമുല എങ്ങനെയാണെന്ന് അറിയോ? ദാറ്റ് ഓർഗാനിക് കോമ്പൗണ്ട് ഹാസ് എ ഫോമുല. 2 കാർബൺ, അവന്റെ ചുറ്റിലും ഇങ്ങനെ ബോണ്ടൊക്കെ ഉണ്ട്. ഇവിടേക്ക് ഇങ്ങനെ ഹൈഡ്രജൻ ആണ്, മാറ്റമൊന്നുമില്ല. ഇവിടെ ഹൈഡ്രജന് പകരം ഇങ്ങനെയാണ് വരിക. ഇതുണ്ട്, ഇതാണ് ആ കോമ്പൗണ്ട്. നമ്മൾ അതിന്റെ കൗണ്ട് എണ്ണി നോക്കി കഴിയുമ്പോൾ 2 കാർബൺ, എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇതിനകത്ത് നോക്കി ഷാഹിരെ? ഹൗ മെനി ഹൈഡ്രജൻ ആർ ദർ ടോട്ടൽ? 6. പിന്നെ അത് കൂടാതെ ആരുടെ കോമ്പൗണ്ടിലുള്ള ഷാഹിദെ? അത് കൂടാതെ വേറെ ആരാ കോമ്പൗണ്ടിലുള്ള? അയ്യോ, ഈ ഓ എന്ന സാധനം ഓക്സിജൻ. ഓക്സിജൻ. കണ്ടോ? ഇവനാണ് നമ്മളുടെ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഓക്സിജന് പകരം ഇത് ശരിക്കും ഭയങ്കര ഒരു എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് മാത്രമല്ല ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനം കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഓക്സിജന് പകരം ഇങ്ങനെ ഹൈഡ്രജൻ ആയിരുന്നുവെങ്കിൽ ഈ കോമ്പൗണ്ടിനെ നമുക്ക് കുടിക്കാനും പറ്റില്ല, ആൽക്കഹോളിക്കായിട്ട് ഉപയോഗിക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകത ആ കോമ്പൗണ്ടിലില്ല. പക്ഷെ അതിനിടയ്ക്ക് ഒരു ഓക്സിജൻ വന്നപ്പോഴോ ആ കോമ്പൗണ്ട് ആൽക്കഹോളിക്കായിട്ട് മാറും. ബിവറേജസ് പർപ്പസിന് ഉപയോഗിക്കുന്ന പക്ക
പക്ക കള്ളായിട്ടാണ്. ജസ്റ്റ് ഒരു ഓക്സിജന്റെ പ്രസൻസ് ആണ് ആ കോമ്പൗണ്ട് അത്രയും ഡിഫറെന്റ് ആയ ഒരു പ്രോപ്പർട്ടി കൊണ്ടുപോയി കൊടുക്കുന്നത്. എൻ്റെ ഒരു ഡിഫറെന്റ് ആയ ഒരു പ്രോപ്പർട്ടി. വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇങ്ങനെ പറഞ്ഞു പോയി ഒരുപാടുണ്ട്, തീരൂല. നമ്മുടെ ഓക്സിജൻ O2, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഗ്യാസ് അല്ലേ O2, നമ്മൾ സാധാരണ നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന ഗ്യാസ്. ഈ ഓക്സിജന്റെ കൂടെ ഒരു ഓക്സിജൻ കൂടെ കൂടിയാൽ O2 മാറി O3 ആവും. ഈ O3 എന്നാ സാധനം? എനിവൺ O3 എന്നാ? ആർക്കെങ്കിലും അറിയാം O3 എന്താന്ന്? നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ O3 ഒന്നും ഇതുവരെ അറിയില്ല. ഓസോൺ ലെയർ. നമ്മളുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ ഔട്ടർ സ്പേസിൽ നിന്ന് വരുന്ന, സണ്ണിൽ നിന്നൊക്കെ വരുന്ന ഹാംഫുൾ ആയ റേഡിയേഷൻസ്, അൾട്രാവയലറ്റും ഇൻഫ്രാറെഡും എക്സ്റേസും ഗാമ റേസും, ഒരുപാട് റേസ് വരുന്നുണ്ട് സൺലൈറ്റിന്റെ കൂടെ അല്ലെ, ലൈറ്റിന്റെ കൂടെ. ഈ വരുന്ന റേസില് ഹ്യൂമൻ ബീങ്സിനും എർത്തിലുള്ള ലിവിങ് ബീങ്സിനും ആനിമൽസിനൊക്കെ ഹാംഫുൾ ആയ കുറെ സാധനമുണ്ട്. ആ ഹാംഫുൾ ആയ റേസിനെല്ലാം തടഞ്ഞു നിർത്തുന്ന ഒരു അംബ്രല ഉണ്ട്. ആംബ്രലയുടെ പേരാണ് എന്ത്? ഓസോൺ ലെയർ. ഈ ഓസോൺ ലെയർ വേറെ ആരുമല്ല, O3 ആണ്. O3 ആണ് ഓസോൺ ലെയർ. O2 എന്ന് പറയുന്ന ആളെ നമ്മൾ വലിച്ചു കയറ്റും, ഇൻഹേൽ ചെയ്യും. ഈ O2ന്റെ കൂടെ ഒരു ഓക്സിജൻ കൂടി കൂടിയാൽ അത് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആക്കും. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. O3യുടെ സ്ട്രക്ചർ ഇങ്ങനെയാ വരിക. O2ന്റെ സ്ട്രക്ചർ ഇത് എങ്ങനെയാ വരിക? കണ്ടോ? ഒരു ഓക്സിജൻ കൂടി എന്തായി? വലിച്ചു കയറ്റുന്ന ഓക്സിജൻ അംബ്രല പോലെ ലെയർ ആയി. ഇത്ര ഡിഫറെന്റ് പ്രോപ്പർട്ടിയാണ് വരുന്നത്. ഒരു ചെറിയ ചേഞ്ച് നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ചേഞ്ചാണ്, പക്ഷെ ആ ചെറിയ ചേഞ്ചുകൾ ഉണ്ടാവുന്നത് ഇത്ര ഡിഫറെന്റ് ആയ ഒരു മാറ്റമാണ് ഒരു പ്രോപ്പർട്ടിക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ വെറുതെ ഇലക്ട്രോൺ അവനെ കൊണ്ടുപോയി, ഇലക്ട്രോൺ ഇവൻ കൊണ്ടുപോയി, ഇലക്ട്രോൺ അപ്പുറം കൊണ്ടുപോയി കൊടുത്തു, നമ്മൾ നിസ്സാരമായിട്ട് പറയും. ഈ സംഗതി കൊണ്ടുണ്ടാവുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയ പ്രോപ്പർട്ടി ചേഞ്ച് ആണ്. എൻറ്റയർലി ഡിഫറെന്റ്. വാട്ടറിന്റെ കേസിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ, H2O ആണ് വാട്ടർ അല്ലെ. ഈ H2Oയിൽ ഒരു ഓക്സിജൻ കൂടി കൂടിയാൽ എന്താ വരിക ഫോമുല? ഒരു ഓക്സിജൻ കൂടി സപ്പോസ് എന്താ ഫോമുല വരിക? റിച്ചാ, ഫോമുല എന്താ വരിക? ഒരു ഓക്സിജൻ കൂടിയാൽ HON. ഒരു ഓക്സിജൻ കൂടി നിലവിലുള്ളതിന്റെ കൂടെ ഒരു ഓക്സിജനോടെ കൂടി എന്താ ഫോമുല വരിക? H2O2. ഈ കോമ്പൗണ്ട് പേരറിയാവോ ആർക്കെങ്കിലും? H2O2 എനിവൺ പറഞ്ഞോ? H2O2 പറഞ്ഞോടാ അരവിന്ദ, കറക്റ്റാടാ, നീ പറഞ്ഞോ. ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ സാധനം കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മൾ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യും, ഡ്രസ്സിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പൊ വാട്ടറിൽ H2O കൂടെ ഒരു ഓക്സിജൻ കൂടിയുള്ളൂ. അപ്പൊ അതിനെ കുടിക്കാനും പറ്റില്ല, മറ്റൊന്നിനും പറ്റില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മെഡിസിൻ ഫോർ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പൊ അത്രയും വൈഡ് ഡിഫറൻസ് ആണ് അതിന്റെ പ്രോപ്പർട്ടിക്ക് വരിക. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതാ. നമ്മൾ നോക്കുമ്പോൾ ഒരാളല്ലേ കൂടിയുള്ളൂ, ഒരു ഓക്സിജനല്ലേ കൂടിയുള്ളൂ, എന്നാ കുഴപ്പം എന്ന് നമുക്ക് തോന്നും. പക്ഷെ ആ ഒരു കൂടൽ കൊണ്ട് പ്രോപ്പർട്ടി രാവും പകലും വ്യത്യാസം വരിക ഒരുപാടുണ്ട്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ കാർബൺ ഡൈ ഓക്സൈഡ് CO2 നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്, നമുക്കറിയാൻ ഹാംഫുൾ ആണ് അല്ലെ. അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു ഓക്സിജൻ കുറഞ്ഞാൽ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു ഓക്സിജൻ കുറഞ്ഞാൽ എന്താ ഫോമുല വരിക? ഒരു ഓക്സിജൻ കുറഞ്ഞാൽ സഫൽക്കറേ ഫോമുല എന്ത് വരും? ഒരു ഓക്സിജൻ കുറഞ്ഞ CO എന്ന് വരും. CO ആരാ? എനിവൺ? CO ആരാ? CO പേരെന്താ? മറ്റോ കാർബൺ ഡൈ ഓക്സൈഡ്, ഇവന്റെ പേരെന്താ? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഹൈലി പോയിസണസ്. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളൊക്കെ 10 മടങ്ങ് പോയിസണസ് ആണ് കാർബൺ മോണോക്സൈഡ്. അപ്പൊ ഇതുപോലെ ഞാൻ പറഞ്ഞു വന്നതിന്റെ ടോട്ടൽ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഒരു കോമ്പൗണ്ടിലേക്ക് പുതിയതായ ഒരു ആറ്റം വരുന്നു, അല്ലെങ്കിൽ നിലവിലുള്ള ആളിൽ നിന്ന് ഒരാളങ്ങ് മാറുന്നു, പിന്നെ പുതിയതായി കിട്ടുന്ന ആളുടെ സ്വഭാവം പഴയ ആളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഒരു ബന്ധം ഉണ്ടാവില്ല രണ്ടുപേരും തമ്മിൽ. അത്ര ഡിഫറെന്റ് ആയിരിക്കും ഇവന്മാരെ പ്രോപ്പർട്ടീസ് വരിക. ഓക്കെ, ഈ പറഞ്ഞ ഇതേ പ്രശ്നം അവിടെ വരുന്നറിയോ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈഡ്രോ കാർബണും. അതാണ് രസം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ആകെ ആരാളുള്ള കാർബണും ഹൈഡ്രജനും, 2 കാർബൺ 4 ഹൈഡ്രജൻ, 2 കാർബൺ 6 ഹൈഡ്രജൻ, ഇങ്ങനെ കുറെ കളി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് there are a lot of infinite number of compounds in which along with the carbon and the hydrogen other elements may also occupy. കാർബണും ഹൈഡ്രജനും കൂടാതെ മറ്റ് എലമെന്റ്സും ഉള്ള ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. മറ്റ് എലമെന്റ്സിൽ ഏറ്റവും അധികം കയറി വരുന്ന ആൾക്കാര് ഓക്സിജൻ, നൈട്രജൻ, ഹാലോജൻ ഫാമിലി മൊത്തത്തില്,
ഇവന്മാരാണ് പ്രധാനമായിട്ടും എക്സ്റ്റേണൽ ഫാമിലീസ് ആയിട്ട് കയറി വരാറുള്ളത്. ഓക്സിജനും പിന്നെ നൈട്രജനും ഹാൽജനിലെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇവന്മാരെല്ലാവരും വരാറുണ്ട്. ഓക്കെ, ഇവന്മാർ വന്നവരെ നേരത്തെ പറഞ്ഞതുപോലെ കോമ്പൗണ്ട് സ്വഭാവം എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ഓക്കെ, അതിൽ തന്നെ വീണ്ടും വെറൈറ്റീസ് ഉണ്ടോ, അതിലേക്ക് ഞാൻ വരാം. ഇതാണ് നമ്മൾ അടുത്ത ടോപ്പിക്കായ വിൽ യു ബി മൈ ഫ്രണ്ട് എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. അതായത് ഇൻ എ ഹൈഡ്രോ കാർബൺ ഓർഗാനിക് കോമ്പൗണ്ട് along with the carbon and hydrogen, elements like oxygen, nitrogen, chlorine, fluorine, etc. may also be present. Depending upon the atom which is present in the compound, property of the compound also changes. Okay, ഇതാണ് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പ്രത്യേകത കേട്ടോ. ഒന്നെടുത്ത വേഗം will you be my friend. വായിച്ച മുർഷിദ. Carbon seems to be a very friendly element. So far, we have been looking at compounds containing carbon and hydrogen only. But carbon also forms bonds with other elements such as halogens, oxygen, nitrogen, and sulfur. In a hydrocarbon chain, one or more hydrogens can be replaced by these elements, such that the valency of carbon remains satisfied. അത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ പറഞ്ഞ പുറത്തുനിന്ന് ഏതാളും വന്നാലും, പുറത്തുനിപ്പോ ഓക്സിജനോ നൈട്രജനോ ആര് വന്നാലും കാർബണിന്റെ വാലൻസിനെ തൊട്ട് കളിക്കാൻ പറ്റില്ല. 4 വാലൻസി എന്നുള്ളത് നിർബന്ധമായി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഓക്കെ, ടെട്രാ വാലൻസി എന്നുള്ളത് നിർബന്ധമായി സാറ്റിസ്ഫൈ ചെയ്യണം. അതിപ്പോ ഹൈഡ്രജന് പകരം ഓക്സിജനോ ക്ലോറിനോ ഫ്ലൂറിനോ നൈട്രജനോ ആര് വന്നാലും കാർബണിന്റെ 4 ബോണ്ട് വേണം. അതുകൊണ്ടൊരു കളിയില്ല. ശരി, ബാക്കി. In such compounds, the element replacing hydrogen is referred to as a heteroatom. These heteroatoms are also present in some groups as given in table 4.3. ഓക്കെ, നമ്മൾ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ, അതായത് കാർബണും ഹൈഡ്രജനും അല്ലാതെ മൂന്നാമതായി വരുന്ന ആറ്റം, അത് ആരുമായിക്കോട്ടെ, ഓക്സിജനോ നൈട്രജനോ ആരുമായിക്കോട്ടെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെറ്ററോ ആറ്റംസ്. ഓക്കെ, ഈ ഹെറ്ററോ ആറ്റംസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഹെറ്ററോ ആറ്റം എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ ഒരു സിംഗിൾ ആറ്റം ആയിരിക്കും, ചിലപ്പോൾ ഹെറ്ററോ ആറ്റം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആയിരിക്കും. അങ്ങനെ വ്യത്യാസമുണ്ട്. എന്താ ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ നമ്മളൊരു കോമ്പൗണ്ട്, ലെറ്റ്സ് എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ കാർബൺ 2 പേര്, ഇങ്ങനെ കോമ്പൗണ്ട്. ഓക്കെ, ഇത് നമ്മൾ സാധാരണ നമ്മൾ പറഞ്ഞ ഈത്തൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ച ഈത്തൈൻ ആണ് ഇയാള്. ശ്രദ്ധിച്ചു നോക്കിക്കോളുണ്ടോ. ഈ കാണുന്ന കോമ്പൗണ്ടില് പുറത്തുനിന്നൊരു ഹെക്ട്രോ ആറ്റമായ ക്ലോറിൻ വന്നു. ക്ലോറിൻ വന്നിട്ട് ഇങ്ങനെ റീപ്ലേസ് ചെയ്തു. ഇവിടെ ഒന്നും മാറ്റമില്ല, ഇവിടേക്ക് ഇങ്ങനെ തന്നെ. ഇവിടുത്തെ ഹൈഡ്രജന് പകരം ക്ലോറിൻ കയറി. കുഴപ്പമില്ലല്ലോ. ഇതൊരു പോസിബിലിറ്റിയാണ്. ഇത് ഒരു പോസിബിലിറ്റിയാണ്. ശ്രദ്ധിച്ചു നോക്കോട്ടോ. അടുത്തൊരു പോസിബിലിറ്റി ഞാൻ കാണിച്ചു തരാം. കാർബൺ നമ്മുടെ ഇതാണ് നമ്മുടെ പാരന്റ് കോമ്പൗണ്ട്, അത് മറന്നു പോരുതേ. ഇത് ഇങ്ങനെ ഇവിടെ നിങ്ങൾ നോക്കി, ഈ കാണുന്ന കോമ്പൗണ്ട് നിങ്ങൾ കൺസിഡർ. ഓക്കെ, അല്ലെങ്കിൽ അത്ര കൺഫ്യൂഷൻ, ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതിനൊന്നുകൂടെ സിമ്പിൾ ആക്കാം. ഇങ്ങനെ നിങ്ങൾ നോക്കുക, ഇത് കേസ് 1, ഇത് കേസ് 2. പാരന്റ് കോമ്പൗണ്ടിൽ നിന്ന് കേസ് 1ലേക്ക് വന്നപ്പോൾ ആരെ റീപ്ലേസ് ചെയ്തു? എന്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. പാരന്റ് കോമ്പൗണ്ടിൽ നിന്ന് കേസ് 1ലേക്ക് വന്നപ്പോൾ ആരെ റീപ്ലേസ് ചെയ്തു? ഒന്ന് പറയുമ്പോൾ മുമ്പ് അങ്ങനെ കേട്ടെ. ആരെ റീപ്ലേസ് ചെയ്തു? പാരന്റ് കോമ്പൗണ്ടിൽ കാണുന്ന ആളാണ്. ഇതാണ് നമ്മുടെ പാരന്റ് കോമ്പൗണ്ട്. ഓക്കെ, പാരന്റ് കോമ്പൗണ്ടിൽ നിന്നും നമ്മൾ ഫസ്റ്റ് കോമ്പൗണ്ട് ആയ ഈ ആളിലേക്ക് വരുന്നു. കമ്പയർ ദ സ്ട്രക്ചേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ ഏത് ആറ്റമാണ് റീപ്ലേസ് ചെയ്യുന്നത്? ആര് മാറി? ഹൈഡ്രജൻ മാറി. പകരം ആര് വന്നു? ക്ലോറിൻ. ഈ ഹൈഡ്രജന് പകരം ഇവിടെ ക്ലോറിൻ വന്നു. ശരിയല്ലേ? റൈറ്റ്. രണ്ടാമത്തെ കമ്പാരിസൺ ഉണ്ടോ? ഈ കാണുന്ന പാരന്റ് കോമ്പൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ ആരെ റീപ്ലേസ് ചെയ്തു? ആരുടെ സ്ഥാനത്ത് ആര് വന്നു? ഹനാൻ ഒന്ന് പറഞ്ഞേ. സർ, ഹൈഡ്രജന് റീപ്ലേസ് ചെയ്തു OH. ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ആരാ വന്നേ? OH ആണ് വന്നത്. പ്രത്യേകം ഓർക്കണം കേട്ടോ. ഈ ഹൈഡ്രജന്റെ സ്ഥാനത്ത്, ഈ ഹൈഡ്രജന്റെ പൊസിഷനിൽ ഇവിടെ OH ആണ്. ഇവിടെ Hന് പകരം Cl, താഴെ Hന് പകരം OH.
കണ്ടോ? ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. വേറെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അനദർ എക്സാമ്പിൾ. ഇതുപോലെ തന്നെ ഒരു മൂന്നാമത്തെ വെറൈറ്റി നോക്കിക്കോട്ടോ. കാർബൺ, കാർബൺ, ഇവിടെയൊക്കെ ഇങ്ങനെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഇതൊരു വെറൈറ്റിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. വേറെ ഒന്ന് കാർബൺ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ, ഇവിടെയൊക്കെ ഹൈഡ്രജൻ, അതിനൊന്നും മാറ്റമില്ല. ഇവിടെ നോക്കി നിങ്ങൾ മൂന്നാമത്തെ വെറൈറ്റിയിൽ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആൾ കേട്ടോ. ഇത് 4ആണ്. മൂന്നാമത്തെ കോമ്പൗണ്ടിലേക്ക് വന്നപ്പോഴേ ആർക്ക് പകരം ആര് കയറി? വെൻ കമ്പയർഡ് വിത്ത് പാരന്റ് കോമ്പൗണ്ട് ഒന്ന് പറഞ്ഞ ഭാഗത്തേക്ക് കേൾക്കട്ടെ. ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് NH2. NH2 ആണ് കയറിയത്. നാലാമത്തെ ആളിലേക്ക് വന്നപ്പോഴോ ഒന്ന് പറഞ്ഞ ശേഷാദി. CHO. ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് കയറിയത് CHO ആണ്. കണ്ടോ? ഇവരെ എല്ലാവരെയും നമ്മൾ വിളിക്കുന്ന കോമൺ പേരാണ് നേരത്തെ പറഞ്ഞ ഹെറ്ററോ ആറ്റം. ഇവരെല്ലാവരും ഹെറ്ററോ ആറ്റംസ്. Cl ആവട്ടെ, OH ആവട്ടെ, NH2 ആവട്ടെ, CHO ആവട്ടെ, ഓൾ ഓഫ് ദീസ് ആർ കോൾഡ് ഹെറ്ററോ ആറ്റംസ്. ഇതാണ് നമ്മളെ സെന്റൻസിൽ പറയുന്നത്. നോക്കി ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ സെന്റൻസിൽ in such a compound the elements replacing hydrogen is referred to as a heteroatom. These heteroatoms are also present in some groups. Heteroatoms ഒറ്റയ്ക്ക് വേണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ heteroatoms വരുന്നത് ഗ്രൂപ്പ് ആയിട്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് ഓരോന്ന് നമ്മൾ പേര് വിടുക കേട്ടോ. നോക്കി, ഒന്നാമത്തെ ഹെട്രോ ആറ്റംസ് ആയിട്ട് ക്ലോറിൻ, ബ്രോമിൻ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹാലോജൻ. ഓക്കെ, ഇനി അടുത്ത ഒരു 4 എക്സാമ്പിൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഓരോ എക്സാമ്പിൾ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലെല്ലാത്തിലും ഉള്ളത് കാർബണും ഹൈഡ്രജനും കൂടാതെ ന്യൂ എലമെന്റ് ആയിട്ട് അതിലെല്ലാം ഉള്ള കോമൺ ആളാരാ? സുഹന? ഓക്സിജൻ. ഓക്സിജൻ ആണ്. അപ്പൊ ഓക്സിജൻ കണ്ടെയ്നിങ്, ഓക്സിജൻ ഹെട്രോആറ്റമായി വരുന്ന കുറെ ഗ്രൂപ്പുകളാണ് താഴെ പറയുന്നത്. അതില് ഒരു ഗ്രൂപ്പാണ് OH. ഒരു ഗ്രൂപ്പാണ് OH. OH ഫാമിലിക്ക് നമ്മൾ വിളിക്കുന്ന കോമൺ നെയിമാണ് ആൽക്കഹോൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബിവറേജിലൊക്കെ വരുന്നത് ഇതാണ്. ഓക്കെ, അതുപോലെ ഇവൻ വരുന്ന മറ്റൊരു ഗ്രൂപ്പാണ്, ഷോർട്ട് ആക്കി നമ്മൾ അതിനെ CHO എന്ന് എഴുതും. അതിന്റെ ഡീറ്റെയിൽഡ് ഫോമാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ: കാർബൺ, അവൻ്റെ ഒരു ഹൈഡ്രജൻ, ഡബിൾ ബോണ്ട് ഓക്സിജൻ. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് CHO ഡോ. CHO നിങ്ങളോട് ജസ്റ്റ് ബ്രാക്കറ്റിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഷോർട്ട് ഫോമിൽ നമ്മൾ അതിനെ CHO ഇങ്ങനെയാണ് കാണിക്കുക. CHO അവന്റെ പേരാണ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ്. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് CO. COയുടെ ഷോർട്ട് ഫോം ഇങ്ങനെയാണ്. അതിന്റെ 2 വരെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞോളാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഇങ്ങനെയാണ്. ഷോർട്ട് ഫോം ഇങ്ങനെയാണ്. ഈ ഫാമിലിയുടെ പേരാണ് കീറ്റോൺ. കീറ്റോൺ. അവസാനത്തെ ഒരു ഗ്രൂപ്പാണ്, ഷോർട്ട് ഫോമിൽ നമ്മൾ COOH എന്നാണ് എഴുതുക. ഇതാണ് ഷോർട്ട് ഫോം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും: കാർബൺ, ഡബിൾ ബോണ്ട് ഓക്സിജൻ, സിംഗിൾ ബോണ്ട് OH. ആ ഫാമിലിയുടെ പേരാണ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ഫോമുലാസ് ഒക്കെ പഠിക്കണം കേട്ടോ. ഫോമുലയും പേരൊക്കെ പഠിക്കണേ ആൾക്കാരുടെ. ഒറ്റ പോയിന്റോടെ പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഡിസ്കഷൻ, ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ കാണുന്ന 2 കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത നിങ്ങളോട് പറഞ്ഞു. അതായത് ഈ കാണുന്ന 2 പേര് ഒന്നുകൂടെ ഞാൻ വരയ്ക്കാം. നമ്മൾക്ക് തൊട്ട് നമ്മൾ സമയം കളയുന്നില്ല. CH3 ഇവിടെ ഇങ്ങനെ ഹൈഡ്രജൻ ഉള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ CH3 C, ഈ ഹൈഡ്രജന് പകരം OH എന്നൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അല്ലേ? എന്നിട്ട് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇവനെ നമ്മൾ ഉപയോഗിക്കുന്നത് ആൽക്കഹോളിക് പർപ്പസിനാണ്. ഈ ആളെ നമ്മൾ വേറെ യൂസ് ആണ്. അപ്പൊ ഈ ഒന്നാമത്തെ കോമ്പൗണ്ടിന് രണ്ടാമത്തേക്ക് വന്നപ്പോൾ ആൽക്കഹോളിക് ബിഹേവിയർ ആ കോമ്പൗണ്ടിന് കൊടുത്തത് ആരുടെ പ്രസൻസ് ആണെന്ന് പറയാമോ? അഭിഷേക് ബിജു. OHന്റെ പ്രസൻസ് ആണ്. OHന്റെ പ്രസൻസ് ആണ് സ്വഭാവം മാറ്റിയത്. ഓക്കെ, ഇനി ഇതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന കോമ്പൗണ്ട് നോക്കിയാൽ ഇപ്പൊ ഈ ഫസ്റ്റ് നമ്മൾ എഴുതിയ കോമ്പൗണ്ട്
ഈ കോമ്പൗണ്ടിന്റെ സ്വഭാവം തീരുമാനിക്കുന്നത് ആരായിരിക്കും ഷഹസാദി? ക്ലോറിൻ. ക്ലോറിൻ ആയിരിക്കും. ഈ കിടക്കുന്ന ക്ലോറിൻ ആണ് അവന്റെ സ്വഭാവം തീരുമാനിക്കുക. ഇങ്ങോട്ട് വന്നാൽ NH2 ആയിരിക്കും സ്വഭാവം തീരുമാനിക്കുക. ഇവിടെ CHO ആണ് അവന്റെ ബിഹേവിയർ തീരുമാനിക്കുക. അവന്റെ പ്രസൻസ് ആണ് അവന്റെ സ്വഭാവം മാറ്റിക്കളയും. മനസ്സിലായോ? അങ്ങനെയാണല്ലോ നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും അങ്ങനെ ഉണ്ടാവൂലേ? ചില ആൾക്കാരുണ്ടാവും ആ ഗ്രൂപ്പിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം തീരുമാനിക്കുന്നത്. ബാക്കിയൊക്കെ ഒരു കൂട്ടമായിരിക്കും. ബാക്കിയൊക്കെ അവന്റെ അല്ലെങ്കിൽ അവളുടെ കൂടെ നിൽക്കുന്ന കുറച്ച് സപ്പോർട്ടീവ് ടീംസ് ആയിരിക്കും. തീരുമാനം എടുക്കുന്നത് അല്ലെങ്കിൽ ക്രൂഷ്യലായ കാര്യങ്ങൾ റോള് വഹിക്കുന്നത് ഒന്നോ രണ്ടോ ആണെന്ന്. റൈറ്റ്? അത് തന്നെയാണ് നമ്മളുടെ ഓർഗാനിക് കോമ്പൗണ്ടിനെ നോക്കുക. കാര്യം ഈ കാണുന്ന കോമ്പൗണ്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 1, 2, 3, 4, 5 ഹൈഡ്രജൻ ഉണ്ട്, 2 കാർബൺ ഉണ്ട്. പക്ഷെ ഇവരെക്കാളൊക്കെ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ സ്വഭാവം തീരുമാനിക്കുന്ന പണി അതെടുക്കുന്നത് ഈ OH ആണ്. ഇവിടെ ആ പണിയെടുക്കുന്നത് Cl ആണ്. ഇവിടെ പണിയെടുക്കുന്ന NH2 ആണ്. ഇവിടെ പണിയെടുക്കുന്നത് CHO ആണ്. ഗ്രൂപ്പിന്റെ സ്വഭാവം തീരുമാനിക്കുന്ന പണി അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ സ്വഭാവം തീരുമാനിക്കുന്ന പണി. പിടിയോ? അത്തരം ഒരു ക്രൂഷ്യൽ റോള് വഹിക്കുന്നത് കൊണ്ട് നമ്മൾ അവന് ഒരു പ്രത്യേക പേര് കൊടുക്കുകയാണ്. That name is functional group. നമ്മളിപ്പോ പറഞ്ഞ പുറത്തുനിന്ന് വരുന്ന സ്വഭാവത്തെ തീരുമാനിക്കുന്ന ഇൻഫ്ലുവൻസ് ആളുണ്ടല്ലോ, അതിനാണ് ഫങ്ഷണൽ. ക്ലോറിൻ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ബ്രോമിനും ഫ്ലൂറിനും ഹൈഡ്രജനും ഫങ്ഷണൽ ഗ്രൂപ്പാണ്, OH ഫങ്ഷണൽ ഗ്രൂപ്പാണ്, CHO ഫങ്ഷണൽ ഗ്രൂപ്പാണ്, CO ഫങ്ഷണൽ ഗ്രൂപ്പാണ്, COH ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇതുപോലെ ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പ്. That group will decide the property of the compound. മറ്റുള്ളവർക്കൊന്നും കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടിയിൽ കാര്യമായ റോൾ ഉണ്ടാവില്ല. മറ്റുള്ള കാർബണോ ഹൈഡ്രജനോ ഒന്നും കാര്യമായ റോൾ ഉണ്ടാവില്ല. ഓക്കെ, ഇതിന്റെ പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. നമ്മൾ താഴേക്ക് പറഞ്ഞു കേട്ടോ. നോക്കി, these hetero atoms and the group containing these confer specific properties to the compound regardless of the length and nature of carbon chain. നമ്മൾ എടുത്തിരിക്കുന്ന കോമ്പൗണ്ടിന് എത്ര നീളമുണ്ട്, എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, ഇതിനൊന്നും ബന്ധമില്ല. ഈ ഗ്രൂപ്പ് ആണ് സ്വഭാവം തീരുമാനിക്കുക. ആൻഡ് ഹെൻസ് ആർ കോൾഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ. ഡെഫിനിഷൻ ആയിട്ട് നോട്ട് ചെയ്യണേ. Some important functional groups are given in the table 4.3. നിർബന്ധമായിട്ട് നമ്മൾ ടേബിൾ പഠിക്കണം. Free valency or valencies of the group are shown by the single line. Functional group is attached to carbon chain through valency by replacing hydrogen atom or atom. നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇവന്മാര് വന്നിട്ട് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, കോമ്പൗണ്ടിലേക്ക് കയറുക. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മിക്കവാറും വരാൻ ചാൻസ് ഉള്ളത് തോന്നുന്നു. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഡെഫിനേഷനും ഈ പറഞ്ഞ ആൾക്കാരുടെ പേരും അവരുടെ ഫോർമുല എന്താണ് എന്നുള്ളതാണ് വരിക. ടേബിൾ പഠിക്കണം, ഡെഫിനേഷൻ പഠിക്കണം. ക്ലിയർ? ഓക്കെ, ഒരു കാര്യം പറഞ്ഞിട്ട് നാളത്തെ ക്ലാസ് നമുക്ക് ടൈം ചേഞ്ച് ഉണ്ട്. 8 to 9:15 ആണ് കേട്ടോ. 8 to 9:15 രാവിലെ. 8:15 8. ക്ലാസ് ഉണ്ട് നാളെ. ഒന്ന് ഓഫീസ് നമ്മൾ ഇൻഫോം ചെയ്ത് അറേഞ്ച് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. Thank you, sir.